നമസ്തേ, ഞാൻ വി.എസ്. കൃഷ്ണരാജ്. പുത്തൻ പുലരിയാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. പ്രധാന വാർത്തകൾ. അമിത് ഷാ അനന്തപുരിയിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. BJP സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വാർഡുതല നേതൃയോഗത്തിലും പങ്കെടുക്കും. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനം വൈകിട്ട്. രണ്ടു പതിറ്റാണ്ടിനു ശേഷം BJPയുടെ പുതിയ സംസ്ഥാന കാര്യാലയം. മാരാർജി ഭവനിൽ 7 നിലകളിൽ 60,000 സ്ക്വയർ ഫീറ്റ് വിശാലത. തലസ്ഥാനത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ ഈ തലയെടുപ്പ്. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ അട്ടിമറിയില്ലെന്ന് AAIB റിപ്പോർട്ട്. വിമാനം പറന്നുയർന്ന് 32 സെക്കൻഡ് കഴിഞ്ഞുടൻ എഞ്ചിനുകൾ നിലച്ചു. എന്തിന് ഇന്ധനം നൽകുന്ന സ്വിച്ച് ഓഫ് ചെയ്തെന്ന് പൈലറ്റിന്റെ ചോദ്യം. ഒന്നും ചെയ്തില്ലെന്ന സഹ പൈലറ്റിന്റെ മറുപടിയും കോക്പിറ്റ് ഓഡിയോയിൽ വ്യക്തം. ED ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കൈക്കൂലി കേസിൽ വിജിലൻസ് അനാസ്ഥ തുടർക്കഥ. റിപ്പോർട്ട് കൈമാറാതെ ഒളിച്ചുകളി. 7 ലക്ഷം ഫയലുകൾ ഇനിയും പരിശോധിക്കാനുണ്ടെന്ന് വിശദീകരണം. ഒന്നാം പ്രതി ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യും. ലോർഡ്സ് ടെസ്റ്റിൽ ഇന്ത്യ പൊരുതുന്നു. രണ്ടാം ദിനം 3 വിക്കറ്റിന് 145 റൺസ്. KL രാഹുലിന് അർദ്ധ സെഞ്ചുറി. ബുംറയ്ക്ക് 5 വിക്കറ്റ്. വിംബിൾഡൺ വനിതാ ചാമ്പ്യനെ ഇന്നറിയാം. ഇഗ ഷ്വാടെക് അമാൻഡ അനിസിമോവയെ നേരിടും. പുരുഷ ഫൈനലിൽ അൽക്കാരസ് സിന്നർ പോരാട്ടം നാളെ. സംസ്ഥാന BJPക്ക് പല സന്തോഷങ്ങളാണ്. ഒന്ന്, ഇന്നലെ പുതിയ ടീമായി. മറ്റൊന്ന്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 20 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പുതിയ സംസ്ഥാന കാര്യാലയം ഇന്ന് മിഴി തുറക്കുകയാണ്. അങ്ങനെ പല സന്തോഷങ്ങളാണ് BJPക്ക്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അനന്തപുരിയിൽ എത്തിയത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ്. തിരുവനന്തപുരത്തെത്തിയ അമിത് ഷായ്ക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പ്രൗഢോജ്വല സ്വീകരണമാണ് നൽകിയത്. രാവിലെ 11 മണിക്ക് BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനം അമിത് ഷാ നിർവഹിക്കും. തുടർന്ന് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന വാർഡ് തല നേതൃത്വ സംഗമത്തിലും BJP സംസ്ഥാന നേതൃയോഗത്തിലും അമിത് ഷാ പങ്കെടുക്കും. വിവരങ്ങളുമായി BJP സംസ്ഥാന ഓഫീസിൽ നിന്ന് വി വിനീഷ്, അഖിൽ പാലോട്ടുമഠം, S ശാലിനി എന്നിവർ ഒപ്പം ചേരുന്നു. ആദ്യം ബിനീഷിലേക്ക്. ബിനീഷ്, എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രിയാണ് വരാനിരിക്കുന്നത്. തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിൽക്കുന്നത് സംസ്ഥാന കാര്യാലയത്തിലാണ്. അവസാനവട്ട ഒരുക്കുകളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദപരമായ ഒരു ദിനമാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഓരോ പ്രവർത്തകരും, ആത്മാർത്ഥമായി സംഘടനയെ സ്നേഹിക്കുന്ന ഓരോ പ്രവർത്തകരെയും സംബന്ധിച്ചിടത്തോളം അഭിമാനപരമായ ഒരു നിമിഷമാണ് ഇന്ന് കടന്നു പോകുന്നത്. കാരണം 11:30 മണിയോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഞാൻ നിൽക്കുന്ന ഈ മാരാർജി ഭവൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി തന്നെ സംസ്ഥാനത്തെ BJP പ്രവർത്തകർക്ക് അത് കരുത്തു പകരും. കാരണം ഇത്രയും കാലം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ BJPയുടെ സംസ്ഥാന ഓഫീസിൻ്റെ പ്രവർത്തനം നടക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പൂർവികരായി പ്രവർത്തിച്ച കുറേ പേർ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട പേര് PP മുകുന്ദൻ അടക്കമുള്ള BJPയുടെ സംഘടനാ സെക്രട്ടറിമാരാണ്. PP മുകുന്ദൻ്റെ കാലഘട്ടത്തിലാണ് അന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു BJPയുടെ സംസ്ഥാന കാര്യാലയം എന്ന ഒരു ചിന്തയിലൊക്കെ കടക്കുന്നത്. അതിനുശേഷം
13 ഘട്ടങ്ങളിലായുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ മാറി വന്നു. ഇതിൽ 10 സംസ്ഥാന അധ്യക്ഷന്മാർ 2 പേർ 2 തവണ തുടർച്ചയായി അധ്യക്ഷന്മാരാകുന്ന ഒരു സാഹചര്യവുമുണ്ടായി. അതൊക്കെ പരിശോധിക്കുമ്പോൾ അന്നെല്ലാം അവർ നടത്തിയ ഒരു പ്രയത്നത്തിൻ്റെ ഫലം തന്നെയാണ് ഇന്ന് സാക്ഷാത്കരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത് പി മുകുന്ദൻ എന്ന സംഘടനാ സെക്രട്ടറി ബി ജെ പിയുടെ അമരക്കാരനായി എത്തുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഈ മാരാർജി ഭവൻ എന്ന ചിന്ത ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസ് എന്ന ചിന്തയിലേക്കൊക്കെ ബി ജെ പി സംഘടനാ തലത്തിൽ പോലും ചിന്തിച്ചു തുടങ്ങുന്നത്. ആ ഘട്ടത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ബി ജെ പിക്ക് യാതൊരു തരമായ അടിത്തറയുമില്ലാത്ത കാലഘട്ടം, ഒപ്പം തന്നെ കേന്ദ്രത്തിലും ബി ജെ പിക്ക് യാതൊരു തരമായ അടിത്തറയും അങ്ങനെ ഉണർന്ന് ബി ജെ പി വരുന്ന കാലഘട്ടം ആയിരുന്നു ആ സമയത്തൊക്കെ. അതിൽ നിന്ന് അങ്ങനെ ഒരു ചിന്തയിലേക്ക് ബി ജെ പി ഈ മാരാർജി ഭവൻ എന്ന ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പി മുകുന്ദൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഏറ്റവും വലിയ അമരക്കാരൻ, അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചലിപ്പിച്ച വ്യക്തിത്വം തന്നെയാണ്. അദ്ദേഹം അന്ന് നൽകിയ ആ ഒരു ചിന്താഗതി തന്നെയാണ് ഇന്ന് സാക്ഷാത്കരിച്ച് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മോടൊപ്പം അഖിൽ പാലോട്ട് മടവും കൂടി ചേരുകയാണ്. അഖിൽ, ഞാനിപ്പോൾ പറഞ്ഞത് പി മുകുന്ദൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഈ സംസ്ഥാന കാര്യാലയം ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പൂർവികരെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. പഴയ സംസ്ഥാന അധ്യക്ഷന്മാരെക്കുറിച്ച്, അവരുടെ ഇടപെടലുകളെക്കുറിച്ച്. അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് പി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയത്തിന് അത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് എത്തുന്നത്, ഈ സ്ഥലം വാങ്ങുന്നത്. അന്ന് മാരാർജി ഭവൻ എന്ന് പറയുന്ന അന്നൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? അന്ന് ഓർമ്മകളിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിൽ ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ തുടങ്ങുന്നു. അതിനുശേഷം ഇന്ന് ഏറ്റവും വലിയ ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നു. എനിക്ക് തോന്നുന്നു ബി ജെ പിക്കായിരിക്കും കേരളത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു ഒരു സംസ്ഥാന ഓഫീസ് ഉള്ളത്. അത്രയും വലിയ സ്ക്വയർ ഫീറ്റിൽ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ സംഘടനാ കാലഘട്ടം കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. വിനിഷ, ഇതിൽ 1980 മുതൽ 2025 വരെ എന്ന് പറയുന്ന 45 വർഷക്കാലം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ന 3 അക്ഷരം എഴുതി ചേർക്കുന്നത് ഈ 45 വർഷക്കാലത്തെ അത് ചില്ലറ പോരാട്ടമൊന്നുമല്ല. ഈ ഇസ്ലാമിക ഭീകരവാദവും മാർക്സിസ്റ്റുകാരുടെ അക്രമവും എല്ലാം കേരളത്തിൽ വലിയ രീതിയിൽ സംഘപരിവാർ സംഘടനകളുടെയും സംഘപ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ വീടിനും സ്വത്തിനും അവരുടെ ജീവനുമെല്ലാം ഭീഷണി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കേരളത്തിൽ ബി ജെ പിയുടെ പൂർവ്വ സംഘമായിട്ടുള്ള ജനസംഘത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുന്നത്. 1980 ആണ് ബി ജെ പിയുടെ ആദ്യ സമ്മേളനം കൊച്ചിയിൽ ചേരുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ ബി ജെ പിയുടെ സമ്മേളനം ചേരുന്നത്. ഒ രാജഗോപാലാണ് അന്ന് ആദ്യമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്നത്. കെ രാമൻപിള്ളയും കെ ജി മാരാരും എന്ന 2 ജനറൽ സെക്രട്ടറിയോട് കൂടിയാണ് അന്ന് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരുന്നത്. 1980 മുതൽ 82 വരെ ആണ് 2 വർഷക്കാലമാണ് ഒ രാജഗോപാൽ കേരളത്തിലെ ബി ജെ പിയെ നയിക്കുന്നത്. അതിനുശേഷം രണ്ടാം ടൈമിലേക്ക് എത്തുന്ന സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് കെ ജി മാരാരാണ്. രണ്ടാമത് കെ ജി മാരാരെ പറ്റി പറയുമ്പോൾ ഈ മന്ദിരത്തിൻ്റെ പേരും കെ ജി മാരാരാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഭാരവാഹികളായിരുന്നു, അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതൊരു പ്രസിഡൻഷിപ്പ് പാർട്ടിയാണ്. കെ പി സി സിയുടെ പ്രസിഡന്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടറിയാണ് അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റ് എന്ന് പറയുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് ഏറ്റവും വലിയ കീ പോസ്റ്റായിട്ട് നിൽക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരായ 13ാമത്തെ സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ. അതിൽ 11 പേരാണ് 13 തവണയായി എത്തുന്നത്. 2 തവണ ആണ് ഓരോരുത്തരും അധിക ടൈമുകളിൽ എത്തുന്നത്. ഒന്ന് കെ ജി മാരാരും അങ്ങനെ എത്തുന്നുണ്ട്. അതിനുശേഷം എത്തുന്ന പി എസ് ശ്രീധരൻപിള്ളയുമാണ് അങ്ങനെ ഒരു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതിൽ ഈ സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്നതിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നതാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വരുന്ന ഇന്ന് ഈ ബി ജെ പിയിലേക്ക് എത്തുന്ന പുതിയ ഒരാളിന് പോലും ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ, ആദർശം പകർന്നു നൽകുന്ന തരത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശ അനുഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയത്തെക്കാട്ടിയും രാഷ്ട്രമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുള്ള, രാജ്യത്തെ മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം, വരുന്ന പുതിയ ആൾക്കാർക്കെല്ലാം പകർന്നു നൽകാൻ കരുത്തുള്ള ഈ സംസ്ഥാന അധ്യക്ഷന്മാരിന്നും ജീവിച്ചിരുന്നു. അവരുടെ ഒരു ലിസ്റ്റ് പരിശോധിക്കുകയാൽ ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ ഒ രാജഗോപാലാണ്, രണ്ടാമത്തെ ആൾ കെ ജി മാരാരാണ്, മൂന്നാമത് കെ രാമൻപിള്ളയാണ്. കെ രാമൻപിള്ള
രാമൻപിള്ളയ്ക്കു ശേഷം വീണ്ടും KG മാരാർ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് എത്തുന്നു. അത് രാമൻപിള്ളയ്ക്കു ശേഷം, അതായത് രാജഗോപാലിൻ്റെ ഒപ്പം ജനറൽ സെക്രട്ടറിമാരായിരുന്ന രണ്ടുപേർ വീണ്ടും സംസ്ഥാന പ്രസിഡന്റായി എത്തുന്നു. KG മാരാർ 1995 ഏപ്രിൽ 25-നാണ് കേരള രാഷ്ട്രീയത്തോടു കൂടി വരുന്നത്. KG മാരാർ എന്ന് പറയുന്നത് എല്ലാവരും, ഇപ്പോൾ ഞാനടക്കമുള്ള ആൾക്കാർ കേട്ട് മാത്രം പരിചിതമായ ഒരാളാണ്. KG മാരാരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന, ഏറ്റവും നന്നായി തമാശകളിലൂടെ പ്രസംഗത്തിൽ അത് തമാശകൾ ഉൾപ്പെടുത്തി വലിയ ഒരു ഓഡിയൻസിനെ ചേർത്തു പിടിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് KG മാരാരെ അറിയപ്പെടുന്നത്. കേരളത്തിലെ മുന്നണി സംവിധാനങ്ങൾക്ക് പോലും തുടക്കം കുറിക്കുന്നതും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് നിന്ന് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നടക്കമുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പോലും തൻ്റേതായ ഒരു രാഷ്ട്രീയ മികവ് പുലർത്തിയ ഒരാൾ കൂടിയാണ് KG മാരാർ എന്ന് പറയുന്നത്. 1995 ഏപ്രിൽ 25-ന് KG മാരാർ കേരള രാഷ്ട്രീയത്തോടും BJP പ്രവർത്തകരെ കണ്ണീരിലാഴ്ത്തി ഈ ഇഹലോകവാസം വെടിയുന്നു, വിഷ്ണുപാദം തൊടുന്നു. അങ്ങനെയാണ്, ആ ഘട്ടത്തിലാണ് ഈ മാരാർ KG മാരാറുടെ ഈ ഒരു സംസ്ഥാന ഓഫീസിലെ ഒരു പേരിലേക്കൊക്കെ എത്തുന്നത് അല്ലേ? അതെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ 1980 മുതൽ 82 വരെ രാജഗോപാലിൻ്റെ കാലത്ത് സംസ്ഥാന കാര്യാലയമായി പ്രവർത്തിച്ചത് എറണാകുളത്താണ്. BJPയുടെ കേന്ദ്രമായി ഒരു സെൻട്രൽ, അതായത് കേരളത്തിൻ്റെ ഒരു സെൻറ്റർ എന്ന നിലയ്ക്ക് കേരളത്തിലെ പാർട്ടി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന, അതായത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ അത് പോവുക എന്നുള്ള തരത്തിൽ, അങ്ങനെ കൊച്ചിയിൽ നിന്നാണ് ആ തരത്തിലൊരു പ്രവർത്തനം ഉണ്ടാകുന്നത്. അതിനുശേഷം 92-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം 94-ഓടുകൂടിയാണ് പ്രവർത്തനം തലസ്ഥാന നഗരിയിലേക്ക് മാറ്റണമെന്നൊരു നിർദ്ദേശം KG മാരാരും രാമൻപിള്ളയും രാജഗോപാലും അന്നത്തെ മുതിർന്ന എല്ലാ കാര്യകർത്താക്കളും കൂടി ഒരു തീരുമാനമെടുത്ത് 92-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം 94-ഓടുകൂടി തിരുവനന്തപുരത്തേക്ക് എത്തും. അന്ന് നമ്മുടെ സ്റ്റാച്യുവിന് താഴെ ടൂട്ടേഴ്സ് ലൈനിലുള്ള അരവിന്ദമാണ് അന്ന് BJPയുടെ സംസ്ഥാന കാര്യാലയമായി തിരഞ്ഞെടുക്കുന്നത്. കാരണം ഈ 92-ലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് BJPക്ക് 2 MP-മാരാണ് ഉണ്ടാകുന്നത്. എല്ലാ കാലത്തും ഈ പാർട്ടിയെ ജീവവായു പോലെ ഈ നയിച്ചിട്ടുള്ള അദ്വാനിയും അതുപോലെ തന്നെ അടൽജിയുമാണ്. 2 ഒരു സെക്കൻഡ്, കാരണം ഇതിനകത്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്നു, നമ്മുടെ പൂർവികരെ കുറിച്ചൊക്കെ പറയുന്നു, പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർക്ക് BJPയുടെ സംസ്ഥാന കാര്യാലയം കാണുന്ന ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. നമ്മൾ പറയുന്നതിനോടൊപ്പം നമുക്കൊന്ന് നടന്നുകൊണ്ട് അതിലേക്ക് പോയാലും നന്നാകും. അതെ, അത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം നേരത്തെ ഞാൻ അവിടെ നിന്നാണ് ഇനി ഈ കാര്യാലയത്തിലേക്ക് കയറുമ്പോൾ മാരാർജി മന്ദിരത്തിലേക്ക് തുടക്കം എങ്ങനെയാണെന്നുകൂടി പറഞ്ഞിട്ട് കയറാം. ഞാൻ നേരത്തെ അതാണ് സൂചിപ്പിച്ചത്. 1982-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം 84-ഓടുകൂടിയാണ് തിരുവനന്തപുരത്തേക്ക് പ്രവർത്തനം എത്തുന്നത്. അന്ന് അരവിന്ദമാണ് BJPയുടെ സംസ്ഥാന കാര്യാലയമായി പ്രവർത്തിക്കുന്നത്. അന്ന് സംസ്ഥാന അധ്യക്ഷൻ രാമൻപിള്ളയാണ് അരവിന്ദം എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക. അരവിന്ദം എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഒരാളും, അതായത് BJP അങ്ങനെ വളരുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല, പൊതുവേ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും വാടകയ്ക്ക് വീട് നൽകാൻ താല്പര്യപ്പെടാത്തൊരു കാലത്താണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് BJPയുടെ സംഘടനാ പ്രവർത്തനം ചലിപ്പിക്കാൻ എത്തുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 95-ലെ മാരാർജിയുടെ മരണത്തിനു ശേഷം KV ശ്രീധരൻ മാഷാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായത്. അതായത് രാജഗോപാലിൻ്റെ കാലത്തും രാമൻപിള്ളയുടെ കാലത്തും KG മാരാരുടെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്ന സീനിയർ വൈസ് പ്രസിഡന്റ് ആയിരുന്ന KV ശ്രീധരൻ മാഷാണ് അന്ന് സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ചു, ഏറ്റവും കൂടുതൽ കേരളത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന KG മാരാരുടെ ഓർമ്മ എല്ലാ കാലത്തും കേരളത്തിൽ നിലനിൽക്കണം എന്ന് തീരുമാനമെടുക്കുകയും അരവിന്ദത്തിൽ നിന്നും BJP സ്വന്തമായൊരു മന്ദിരത്തിലേക്ക് പോവുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് 2000-ലാണ് അന്ന് CK പത്മനാഭനാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അന്ന് BJPയിലേക്ക് RSS നിയോഗിക്കുന്ന സംഘടനാ സെക്രട്ടറിമാരുണ്ട്. അന്ന് കേരളത്തിലെ സംഘടനാ സെക്രട്ടറിയായി എത്തുന്നത് PP മുകുന്ദനാണ്. അന്ന് അങ്ങനെ PP മുകുന്ദന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ചത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ലൈവ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് PP മുകുന്ദൻ എന്ന വ്യക്തിയെ മറക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് ലൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പഴയ BJP പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പുതിയ BJP പ്രവർത്തകർക്കെല്ലാം സുരഭിച്ച അല്ലെങ്കിൽ വളരെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് PP മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം ഒക്കെ വളരെ വേദനിപ്പിച്ചതാണ് കേരളത്തിലെ BJP പ്രവർത്തകർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് സംഘടനയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ ഏറെ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. പക്ഷേ ഈ സ്ഥാനത്ത് ഇവിടേക്ക് പ്രത്യേകിച്ച് KG മാരാരുടെ പേരിലുള്ള മന്ദിരത്തിലേക്ക്, സംസ്ഥാന മന്ദിരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ
എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. ഒരു രാഷ്ട്രീയ പഠനം നടത്തുന്ന ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും പി പി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് തന്നെയാണ്. നമുക്ക് ഇതിനുള്ളിലേക്ക് പോകുമ്പോഴും പി പി മുകുന്ദൻ എന്ന വ്യക്തിക്കുണ്ടായ ആശയം, അദ്ദേഹത്തിനുണ്ടായ ഒരു ചിന്ത, പ്രത്യേകിച്ച് സംഘടനാ തലത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ചിന്തയാണ് ഇന്നത്തെ നമ്മുടെ സംസ്ഥാന ഓഫീസ് അല്ലേ? അതെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. KG മാരാരുടെ പേര് നിലനിർത്തുക എന്ന നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് അന്ന് അങ്ങനെ ഒരു മന്ദിരത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കെട്ടിടത്തിലേക്ക് തീരുമാനമെടുക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി CKP എന്ന CK പത്മനാഭനും സംഘടനാ സെക്രട്ടറിയായ PP മുകുന്ദനും അടക്കമുള്ള BJPയുടെ അന്നത്തെ മുഴുവൻ ടീമും അത് ഒരുമിച്ച് ആലോചിക്കുകയും O രാജഗോപാലും K രാമൻപിള്ളയും അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ ഒക്കെ തന്നെ നിർദ്ദേശപ്രകാരം അന്ന് ഈ സ്ഥലത്ത്, അതായത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്ഥാന മന്ദിരമായി ആ ആസ്ഥാന മന്ദിരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഏറ്റവും ഒരു പഴയ കെട്ടിടമാണ്. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന കൃഷ്ണകുമാറിന്റെ അടക്കമുള്ള ഒരു കുടുംബ വീട് അന്ന് 9 അവകാശികളാണ് ഈ മാരാർജി മന്ദിരത്തിന്റെ. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന 56 സെന്റിൽ 60,000 സ്ക്വയർ ഫീറ്റിൽ ഇന്ന് ഏറ്റവും വലിയ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമായി നിൽക്കുന്ന ഈ മാരാർജി ഭവന്റെ ഈ വസ്തുവിലേക്ക് എത്തുന്നത് അന്ന് 9 അവകാശികളാണ് ഈ മാരാർജി ഭവന്റെ ഈ ബിൽഡിങ്ങിനും അന്നുണ്ടായിരുന്ന ബിൽഡിങ്ങിനും ആ വസ്തുവിനും ഉണ്ടായിരുന്നത്. അത് ഓരോരുത്തരെയും കണ്ട് സംസാരിച്ച് അവരോടൊക്കെ ഈ സംഘടനയുടെ അന്നത്തെ ബലവും അന്നത്തെ അംഗസംഖ്യയും അന്നത്തെ സാമ്പത്തിക ശേഷിയും എല്ലാം അവരെ ധരിപ്പിച്ച് അവരോട് കൃത്യമായ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് അന്ന് ഈ വസ്തുവും ഈ കെട്ടിടവും സ്വന്തമാക്കുന്നതിലേക്കും കടം പറഞ്ഞ് ചില സംഘടനാ പ്രവർത്തനം നടത്തിയ കഥയൊക്കെ നമ്മൾ കേരളത്തിൽ വിനീഷേട്ട ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം സംഘപരിവാർ പ്രസ്ഥാനത്തെ പറ്റി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ BJPയും അല്ലെങ്കിൽ കേരളത്തിൽ RSSും ഒക്കെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത് ദീനദയാൽജിയും അതുപോലെ തന്നെ തെങ്കിടിജിയും ഒക്കെ കേരളത്തിലേക്ക് എത്തി ട്രെയിനുകളിൽ കിടന്നുറങ്ങി, ട്രെയിനുകളിൽ യാത്ര ചെയ്ത് സാധാരണക്കാരായ പ്രവർത്തകരുടെ വീട്ടിൽ താമസിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് സംഘടനാ പ്രവർത്തനം നടത്തിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഓഫീസിന് മുമ്പിലാണ് നമ്മൾ അടക്കമുള്ളവർ വന്ന് നിൽക്കുന്നു എന്നതാണ് ഏറ്റവും അഭിമാനകരമായി ഓരോ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് അഭിമാനം കൊണ്ട് ഏറ്റവും ഇന്ന് സന്തോഷിക്കാൻ കഴിയുന്ന. പോകുമ്പോൾ നമ്മുടെ ക്യാമറമാൻ അനീഷിനോട് പറയാം, അനീഷ്, പ്രത്യേകിച്ച് ഇന്ന് വലിയ സുരക്ഷയാണുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുന്ന സാഹചര്യത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംവിധാനങ്ങൾ അവർ പരിശോധനകൾ നടത്തുന്നു. 11:30 മണിയോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ എത്തി നമ്മുടെ പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം, BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് അവർക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ ഒരു ഓഫീസിന് വേണ്ടി സംഘടനാ തലത്തിൽ പ്രയത്നിച്ച നിരവധി പേരുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രയത്നം തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തി. ഈ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം, ഒരു സംഘടനയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് അതിൻ്റെ സംസ്ഥാന കാര്യാലയം തന്നെയാണ്. അവിടെ നിന്ന് ഉയരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ഇരുന്ന് നിയന്ത്രിക്കുന്നു. സംസ്ഥാന തലത്തിലൊക്കെ സംഘടനാ തലത്തിൽ അടിത്തട്ട് മുതൽ സംഘടനയെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ആലോചന കൈക്കൊള്ളുന്നതും ഈ പ്രദേശത്താണ്. പ്രത്യേകിച്ച് അഖിൽ സൂചിപ്പിച്ചതുപോലെയുള്ള നമ്മുടെ മുൻ അധ്യക്ഷന്മാരെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനം നടത്തി വന്ന കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ പോകേണ്ടതുണ്ട്. BJP ഓഫീസിൻ്റെ കൂടുതൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് കടക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് ഇന്നലെ അർദ്ധരാത്രി പിന്നിട്ട് എത്തി. ഇന്ന് BJPയുടെ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യും. വിനീഷിലേക്ക് വീണ്ടും. വിനീഷും അഖിലും ശാലിനിയും ഒക്കെ സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകി വരികയായിരുന്നു. വിനീഷ്, ആഭ്യന്തരമന്ത്രിയാണ് എത്തുന്നത്. BJP പ്രവർത്തകർക്ക് വലിയ സന്തോഷമാണ്. പുതിയ ആസ്ഥാനം തലയെടുപ്പോടെ നിൽക്കുന്നു. മറുവശത്ത് ഭാരതത്തിൻ്റെ തന്നെ തലയെടുപ്പായ ഒരാൾ അത് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു. തുടരൂ. തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, അഖിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതായിരുന്നു. പഴയ സംസ്ഥാന അധ്യക്ഷന്മാരെക്കുറിച്ച്, അവരുടെ കാലഘട്ടങ്ങളെയൊക്കെ കുറിച്ചൊക്കെ അതൊന്ന് പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് മറ്റ് കാര്യാലയത്തിൻ്റെ വിശേഷങ്ങളിലൊക്കെ കടക്കാം. ഈ ഒരു സംസ്ഥാന ഓഫീസിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. പ്രധാനമായും അഖിൽ പറഞ്ഞു വന്നത് സംസ്ഥാന അധ്യക്ഷന്മാരുടെ ഇടപെടലുകൾ. PP മുകുന്ദനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് സംഘടനാ സെക്രട്ടറി, സംസ്ഥാന അധ്യക്ഷൻ എന്നതിലുപരി സംഘടനാ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രയത്നത്തിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ഒപ്പം മറ്റു സംസ്ഥാന അധ്യക്ഷന്മാർ,
എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരെയും ഇന്നത്തെ ദിവസം ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 10 സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട്, 10 പേർക്കും ക്ഷണവും പോയിട്ടുണ്ട്. ഒപ്പം നമുക്ക് ഇനിയും ഓർത്തെടുക്കേണ്ട മറ്റ് അധ്യക്ഷന്മാരൊക്കെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് നിർത്തിയത് CKP എന്ന CK പത്മനാഭൻ വരെയാണ്. അതിനുശേഷം എത്തുന്ന ആൾ PS ശ്രീധരൻപിള്ളയാണ്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ് CKPക്ക് ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നത്. PS ശ്രീധരൻപിള്ളയ്ക്ക് ശേഷം എത്തുന്നയാൾ PK കൃഷ്ണദാസാണ്. PK കൃഷ്ണദാസിന് ശേഷം V മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നു. V മുരളീധരന് ശേഷം എത്തുന്നത് സംഘത്തിൻ്റെ നിന്നും ഒരു സംസ്ഥാന അധ്യക്ഷൻ എത്തുന്നു. അത് കുമ്മനം രാജശേഖരനാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. അവിടെ നിന്നും അടുത്ത് വീണ്ടും കുമ്മനം രാജശേഖരൻ ചെങ്ങന്നൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും മിസോറാം ഗവർണർ എന്ന ഒരു നിയോഗത്തിലേക്ക് അദ്ദേഹം പോകുന്നത്. ആ ഘട്ടത്തിൽ വീണ്ടും അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള തന്നെ വീണ്ടും സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നു. ഇതിലൊരു പ്രത്യേകത, KG മാരാർക്കു ശേഷം മറ്റൊരു അടുത്ത ടേമിലേക്ക് കൂടി സംസ്ഥാന അധ്യക്ഷനായി എത്തുന്ന ആൾ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു വർഷക്കാലം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നു. അതിനുശേഷം 2000 അതായത് 2019 PS ശ്രീധരൻപിള്ളയുടെ കാലാവധി ഒഴിയുന്നത്. അതിനുശേഷം വീണ്ടും കേരളത്തിൽ ഒരു സമരത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കൂടി BJPയെ നയിച്ചുകൊണ്ട് വലിയൊരു BJP ഒരു സമരമുഖത്തേക്ക് കൂടി എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഹിന്ദുവിൻ്റെ ആചാരങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആചാരങ്ങൾക്ക് മേൽ വലിയ കടന്നുകയറ്റം ഇടതു സർക്കാർ നടത്തിയ ശബരിമല പോലുള്ള ആ വിഷയങ്ങളിലൊക്കെ തന്നെ BJP വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് 2020 K സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷത്തിലേക്ക് എത്തുന്നത്. ഏറ്റവും ദീർഘമായ 2025 വരെ 5 വർഷക്കാലം. ഇതിൽ ഒരു സമയ ശ്രേണി എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാലം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നത് K രാമൻപിള്ളയാണ്. 7 വർഷക്കാലമാണ് അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ദീർഘകാലം BJPയുടെ തുടർച്ചയായിരിക്കുന്ന ഏറ്റവും ദീർഘകാലം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നത് V മുരളീധരനാണ്, 6 വർഷക്കാലം. അതിനുശേഷം ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് K സുരേന്ദ്രനാണ്, 2020 മുതൽ 25 വരെ. 25 കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സംസ്ഥാന ഓഫീസ് ഇന്ന് അധ്യക്ഷതയിൽ വഹിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ ഒരു വികസന കാഴ്ചപ്പാട് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ വെക്കുന്ന ഒരു വ്യക്തിയിലേക്ക് BJPയുടെ ഒരു ഇതിലേക്ക് തന്നെ മാറുന്ന, അതായത് ദൈനംദിനമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും അപ്പുറത്ത് കേരളം അത് വികസിക്കേണ്ട ഒരു സംസ്ഥാനമാണ് എന്ന കേന്ദ്ര BJPയുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ തന്നെ ഏറ്റവും ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് എത്തുന്നു. 2025 അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി. ഇന്നലെ നമ്മുടെ റിപ്പോർട്ടർ ശാലിനി അടക്കമുള്ളവർ പുതിയ ടീമിനെ വികസിത ടീം എന്നതാണ് ഒരു #ആയിട്ട് വന്നത്. അങ്ങനത്തെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ഇന്ന് BJPയുടെ ദീർഘകാലത്തെ 2016 മുതൽ പ്രവർത്തനത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം, അന്നും അമിത്ഷായാണ് ദേശീയ അധ്യക്ഷനായി, അമിത്ഷായാണ് അന്ന് ഇന്ത്യ മഹാരാജ്യത്ത് BJPയെ നയിക്കുന്നത്. അദ്ദേഹം തറക്കല്ലിട്ട് പ്രവർത്തനം ആരംഭിച്ച കുമ്മനം രാജശേഖരൻ്റെ കാലത്താണ് ഇതിന് തറക്കല്ലിടുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് K സുരേന്ദ്രൻ്റെ കാലത്താണ്. രാജീവ് ചന്ദ്രശേഖരൻ, ഇത് പാർട്ടി എന്ന് പറയുന്നത് ഒരാളല്ല, വ്യക്തി കേന്ദ്രമല്ല, അനുസരിച്ച് മാറുന്നു അനുസരിച്ചാണ്. അപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ കാലത്ത് KG മാരാർ ഭവന് ഒരു തറക്കല്ലിടുന്നു, K സുരേന്ദ്രൻ്റെ കാലത്ത് അത് പണി നടത്തുന്നു, രാജീവ് ചന്ദ്രശേഖർ അത് പാർട്ടി പ്രവർത്തകരിലേക്ക് അത് സമർപ്പിക്കുന്നു. നാളെ ഇനി മറ്റൊരാൾ എത്തുന്ന സമയത്ത് ഇവിടേക്ക് BJP അധികാരത്തിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള അത്രയും വലിയ, ഇന്നലെ ശാലിനി നമ്മൾ വാർത്ത സംരക്ഷണം ചെയ്യുമ്പോൾ പറഞ്ഞതാണ്, ഇവിടുത്തെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്ര ദീർഘവീക്ഷണത്തോടു കൂടി ഒരു സംസ്ഥാന കാര്യാലയം പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പാർട്ടി പ്രവർത്തകൻ വരുമ്പോൾ അവരെ സ്വീകരിക്കുക റിസപ്ഷനാണ്. അവിടെയാണ് നമ്മുടെ റിസപ്ഷൻ പ്രവർത്തിക്കുന്നത്. അതിന് മുൻപിലേക്ക് ഏറ്റവും ഈ പാർട്ടിയെ ഇന്ത്യ മഹാരാജ്യത്ത് നയിച്ച 2 വ്യക്തിത്വങ്ങളുടെ, 2 മഹാരഥന്മാരുടെ ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് ശ്യാമപ്രസാദ് മുഖർജിയാണ്, ഒന്ന് ദീനദയാൽ ഉപാധ്യായയാണ്. 2 പേരാണ് ഈ പാർട്ടിയെ ഇന്ത്യ മഹാരാജ്യത്ത് ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസത്തോടെ ഈ പാർട്ടി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആവശ്യമാണ് എന്ന തരത്തിൽ ഈ പാർട്ടിയുടെ ആശയങ്ങൾ, ഈ പാർട്ടിയുടെ ചിന്തകൾ, ഈ പാർട്ടിയുടെ എല്ലാമായ പാർട്ടി പ്രവർത്തകർക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ദേശീയതയുടെ ഒരു കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകൾ, ഒപ്പം തന്നെ BJP അടക്കമുള്ള സംഘടനകൾ പല ഘട്ടങ്ങളിൽ, രാഷ്ട്രീയ പാർട്ടികൾ പല ഘട്ടങ്ങളിൽ ഉയർത്തുന്നത് ദേശീയതയുടെ കാഴ്ചപ്പാടാണ്. ആ ദേശീയതയുടെ കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലും അനിവാര്യമാണെന്ന് പല ഘട്ടങ്ങളിലും BJP മറ്റു സംഘപരിവാർ സംഘടനകൾ അടക്കമുള്ളവർ
ഓർമ്മിപ്പിക്കാറുമുണ്ട്. അതേസമയം നമുക്ക് നേരത്തെ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലെത്തിയ സമയം മുതൽ, അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിൽ വന്ന് സംഘടനാ പ്രവർത്തനം നടത്തുന്നു, ഒപ്പം തന്നെ സംഘടന BJPയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകുന്ന ഘട്ടം മുതൽ പറയുന്നത് അദ്ദേഹം ഒരേ ഒരു വാക്കാണ് പറയുന്നത്: വികസനമാണ് കേരളത്തിന് വേണ്ടത്, അടിസ്ഥാന വികസനം കേരളത്തിന് അനിവാര്യമാണെന്ന ഒരു ബോധ്യം സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുകയാണ് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായ സമയം മുതൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് വികസിത കേരളം എന്ന കാഴ്ചപ്പാട് തന്നെയാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് പുതിയ ടീമിനെയും പ്രഖ്യാപിച്ചിരിക്കുന്നത്, സംസ്ഥാന ഭാരവാഹി ടീമിനെയും പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മോടൊപ്പം ഇപ്പോൾ ശാലിനിയും കൂടി ചേരുകയാണ്. ശാലിനി കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ മൊത്തത്തിൽ കടന്ന് കറങ്ങുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഓഫീസിൻ്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയാണ് ഈ ഓഫീസിൻ്റെ എത്രത്തോളം ചതുരശ്ര അടിയുണ്ട്? ഈ ഓഫീസിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ പ്രേക്ഷകർക്ക് കേൾക്കാനും കാണാനൊക്കെ ആഗ്രഹമുണ്ട്. ആ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞു വയ്ക്കാം. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 60,000 സ്ക്വയർ ഫീറ്റിലാണ്. ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ പറഞ്ഞതല്ലേ, വേറെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും അവകാശപ്പെടാൻ കഴിയാത്ത അത്രയധികം അത്യാധുനിക സംവിധാനം, ദീർഘവീക്ഷണം. അത് തന്നെയാണ് ഈ സംസ്ഥാന അധ്യക്ഷന്മാരുടെയും ഒപ്പം തന്നെ കേന്ദ്ര നേതാക്കന്മാരുടെയൊക്കെ ഒരു ദീർഘവീക്ഷണം തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ മണ്ണിൽ, പത്മനാഭൻ്റെ മണ്ണിൽ പ്രാവർത്തികമായതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എത്തിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അവർക്ക് കാണാൻ ആകാംക്ഷയുണ്ടാകും. കാരണം എല്ലാവർക്കും നേരിട്ടിത് എത്തിക്കാണാനോ ഇതിനുള്ളിലേക്കൊക്കെ എത്താനോ ഒന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ പോവുകയാണെങ്കിൽ കയറി വരുന്ന കവാടം മുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഡോറൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരാളുടെ സ്വാഭാവികമായ ഹൈറ്റിന് മുകളിൽ ഏകദേശം 9 അടിയൊക്കെ ഹൈറ്റുള്ള ഒരു ഡോറാണ്. കോറിഡോറിലൂടെയാണ് നമ്മൾ കയറി വരുന്നത്. ആ പടിക്കെട്ടുകൾ കയറി ഒരു വിശാലമായൊരു വലിയൊരു ഹോട്ടൽ സമുച്ചയത്തിലേക്ക് എത്തുമ്പോൾ 5 സ്റ്റാറിന് മുകളിലൊരു ഹോട്ടൽ സംവിധാനം, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപക്ഷെ പറയേണ്ടിയിരിക്കുന്നു. ഈ കവാടം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്നത് ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാക്കളെയാണ്. ദീൻദയാൽ ഉപാധ്യായ, ശ്യാംപ്രസാദ് മുഖർജി അടക്കമുള്ളവരെ നമുക്ക് ഇവിടെ കാണാം. ഇവരെ കാണുന്നത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ അമിത്ഷാ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ക്ലീൻ ചെയ്തതാണ്, ചെയറുകളൊക്കെ മാറ്റിയതാണ്, സോഫകളൊക്കെ മാറ്റിയതാണ്. ഇവിടേക്ക് വരുന്നവർക്കൊക്കെ ഇരിക്കാനൊരു ലിവിങ് സ്പേസ് പോലെ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വിശ്രമിക്കാം, ഇവിടെ ഇരിക്കാം. അവർക്ക് ഇനിയിപ്പോൾ TV സംവിധാനങ്ങളൊക്കെ വരും, വാർത്തകളൊക്കെ അപ് ടു ഡേറ്റ് കാണാനൊക്കെയുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കും. അതിന് തൊട്ടടുത്ത് തന്നെയായി റിസപ്ഷനുണ്ട്. അതായത് ഒരു ഓഫീസിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോട്ടലിലേക്കൊക്കെ ആണെങ്കിലും നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് റിസപ്ഷനാണ്. അവർക്ക് കാര്യങ്ങൾ ചോദിക്കാനൊക്കെയുള്ള ഒരു സ്പേസ് അതാണ്. അങ്ങനെ റിസപ്ഷൻ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരു ഗോൾഡൻ താമര വിരിഞ്ഞു നിൽപ്പുണ്ട്. ഇതുപോലെ തന്നെയായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ താമരകൾ ഒരുപാട് വിരിയാൻ പോകും. അങ്ങനെ റിസപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. റിസപ്ഷന് തൊട്ടടുത്ത് തന്നെയായി വികസിത കേരളം എന്ന് പറയുന്നൊരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതായത് ഇവിടെ ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP ഓഫീസിൽ എത്തുന്ന സമയത്ത് പുതിയ ഈ ഒരു മാരാർജി മന്ദിരത്തിലേക്ക് എത്തുമ്പോൾ എല്ലായിടത്തും കാണുന്ന ഒരു ഹാഷ്ടാഗ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് വികസിത കേരളം എന്ന കാഴ്ചപ്പാട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു നിലപാട്, ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഹാഷ്ടാഗാണ്, വികസിത കേരളം എന്ന ഒരു ഹാഷ്ടാഗ്. ഒപ്പം കൂടെയുണ്ട് ഞങ്ങൾ എന്ന് പറയുന്ന BJPയുടെ ഒരു മറ്റൊരു മുദ്രാവാക്യം, അല്ലെങ്കിൽ ഒരു അവർക്ക് ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു വാക്ക്, അങ്ങനെയല്ലേ പറയാൻ കഴിയും? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംസ്ഥാന ഓഫീസായി നമുക്കിതിനെ കാണാൻ കഴിയില്ല. കൂടെയുണ്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് കടന്നു വരാം. കേന്ദ്ര പദ്ധതികൾ ഒരുപാട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അട്ടിമറിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യം കാണുന്നത് ആർക്കും വന്ന് കാണാവുന്ന ഒരു സാധാരണക്കാരന് ഒരു സഹായം ചോദിച്ച് BJPയുടെ സംസ്ഥാന കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് കാണാവുന്ന ഒരു റൂം, അല്ലെങ്കിൽ സാധാരണക്കാരനെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ആണ് ഫസ്റ്റ് കാണുന്നത്, റിസപ്ഷനോട് ചേർന്ന്. അതിനുശേഷം ഈ കൂടെയുണ്ട് ഞങ്ങൾ ഹെൽപ്പ് ഡെസ്ക്, വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇനി കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. തൊട്ടടുത്ത് തന്നെ ലിഫ്റ്റ് ഉണ്ട്. ഈ 7 നിലകളാണ്. 7 നിലകൾ എന്ന് പറയുമ്പോൾ 2 നിലകൾ അണ്ടർഗ്രൗണ്ടും 5 നിലകളാണ് മുകളിലേക്കുള്ളത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ തൊട്ടടുത്തായി നമുക്ക് കാണാം. ഒരു പക്ഷേ സംഘം എന്താണ്, BJP എന്താണ് എന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച, സാധാരണ പ്രവർത്തകരിലേക്ക് എത്തിച്ച ഒരു വ്യക്തി. ഒരു പക്ഷേ സംസ്ഥാന കാര്യാലയം എന്നതിനപ്പുറം മാരാർജി ഭവൻ, ഈ
മാരാർജിയെ ഓർക്കാതെ ഈ ഒരു ദിവസം കടന്നു പോകില്ല. അതെ, ദിവസവും കടന്നു പോകില്ല, ഒരു പക്ഷേ ഈ പ്രസ്ഥാനത്തിനും കടന്നു പോകാൻ കഴിയില്ല. അദ്ദേഹത്തിനെ അനുസ്മരിപ്പിക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതും ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്തായി 4 കെട്ട് ശൈലിയിലാണ് ഈ കെട്ടിടം പണിതിട്ടുള്ളത്. നമുക്കിതിന് മുൻപുണ്ടായിരുന്ന കെട്ടിടവും, അതായത് ആ ഓടിട്ട മാരാർജി ഭവനും ഒരു 4 കെട്ട് ശൈലിയിലാണ്. അന്ന് കേന്ദ്രമന്ത്രിയുടെ കയ്യിൽ നിന്നും ആ ഒരു ഭൂമി വാങ്ങുമ്പോൾ 90 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വീടും ഒരു 4 കെട്ട് മാതൃകയിലായിരുന്നു. അതേ 4 കെട്ട് മാതൃകയിൽ തന്നെയാണ് ഈ ഒരു പുതിയ സംസ്ഥാന കാര്യാലയവും നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 4 കെട്ടിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് മഴ പെയ്താലും വെയിൽ വന്നാലും ഒക്കെ കാണാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് മാരാർജിയുടെ പ്രതിമ, വെങ്കല പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പ്രതിമയാണ് ഇന്ന് ഔദ്യോഗികമായി സംസ്ഥാന കമ്മിറ്റി ഓഫീസിനും പ്രവർത്തകർക്കുമൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകുന്നത്. തൊട്ടടുത്തായി ഇവിടെ ഒരു കുളം കാണാം. ആ കുളത്തിൽ താമരകൾ ഒരുപാട് വിരിഞ്ഞ് നിൽപ്പുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇതേപോലെ ഒരുപാട് താമരകൾ കേരളത്തിൽ വിരിയാനുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ സൈൻ, ഈ താമര വിരിഞ്ഞ് നിൽക്കുന്ന ഈ സൈൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഇനി അടുത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ വികസിത ടീമിൻ്റെ പല ആൾക്കാരെയും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അവരുടെ പ്രതികരണങ്ങൾ ആരാഞ്ഞിരുന്നു. ഈ പ്രതികരണങ്ങൾ ആരായുമ്പോൾ ഓരോരുത്തരും സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് അടക്കമുള്ളവർ വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. ഇനി വരാൻ പോകുന്നത് താമരയുടെ കാലമാണ്. പ്രത്യേകിച്ച് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ ഈ പറയുന്ന വിരിഞ്ഞു നിൽക്കുന്ന താമരകൾക്ക് സമാനമായി കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ തദ്ദേശ വാർഡുകളിലും BJPയുടെ താമര വിരിയുമെന്ന ആത്മവിശ്വാസമാണ് ഈ വികസിത ടീമിനുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, അല്ലേ? ഇതിലെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ഓരോ നേതാക്കന്മാരും, ഇവിടെ പല നേതാക്കന്മാരും ഉണ്ടായത്, അവരോടൊക്കെ സംസാരിച്ചപ്പോഴും അവരൊക്കെ ആ ഒരു ശുഭാപ്തി പ്രതീക്ഷയിലാണ്. ഒപ്പം തന്നെ വികസിത കേരളം, വികസിത ടീം, ആ ടീം ഒന്നടങ്കം ഇറങ്ങുകയാണ്. ഇപ്പോൾ അവരുടെ മുന്നിലുള്ള 2 വെല്ലുവിളികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണെന്നുള്ളതാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഉള്ളിലേക്ക് നമുക്ക് പോകാം. പക്ഷേ എൻ്റെ അടുത്ത് PCR നിന്ന് ചെറിയൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനിയൊരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മാരാർജി ഭവന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എത്താം. വീണ്ടും BJPയുടെ സംസ്ഥാന കാര്യാലയത്തിലേക്ക്, അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക്, വിശേഷങ്ങളിലേക്ക്. വിനീഷ്, കഴിഞ്ഞ 2-3 ദിവസമായി ശാലിനി അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ശാലിനിക്കാകും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, ആധുനിക സംവിധാനങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് കൂടുതൽ സജീവമായി എത്തിക്കാനാവുക. തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഓരോ റിപ്പോർട്ടർമാരും കൃത്യമായി ഇവിടെയുള്ള വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ, ജനൻ ടിവിയുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പല ഘട്ടങ്ങളിലായി ഒപ്പിയെടുത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാറുണ്ട്. ഒപ്പം ശാലിനി നമ്മോടൊപ്പമുണ്ട്. ശാലിനി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. നമ്മൾ കഴിഞ്ഞ ഇടവേളയ്ക്ക് മുമ്പ് കുറേ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളിലൊക്കെ കടക്കണം. പ്രേക്ഷകർക്ക് അങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മാരാർജി ഭവനുള്ളിൽ എന്താണുള്ളത്, അത്തരത്തിൽ എന്താണ് വലിയ സംഭവം, ഈ 7 നില ബഹുനില കെട്ടിടം, ഒപ്പം തന്നെ 60,000 സ്ക്വയർ ഫീറ്റ്, ഇതിലൊക്കെ BJP എന്ന് പറയുന്ന ഒരു സംഘടനയെ തലയെടുപ്പോടുകൂടി മാതൃകാപരമായി കാണിക്കുന്ന ഒരു സംവിധാനമായി ഈ ഒരു മാരാർജി ഭവൻ മാറുകയാണ്. പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ്. നമ്മൾ അല്പസമയം സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം ആരാണോ BJPയുടെ ഓഫീസിലേക്ക്, സംസ്ഥാന ഓഫീസിലേക്ക് ആദ്യം എത്തുന്നത്, അവർക്ക് നൽകുന്നത് സഹായമാണ്. BJP ഒരുക്കിയിരിക്കുന്നത് ഹെൽപ്പ് ഡെസ്ക് ആണ്. ആ ഹെൽപ്പ് ഡെസ്കിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ മാരാർജിയുടെ വെങ്കല പ്രതിമ, അത് പ്രവർത്തകർക്ക് ആവേശം നൽകുന്നു. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്രയമായിട്ട് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതിനുശേഷം ഇനിയുള്ള വിശേഷം, ഇനി നമ്മൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ തൊട്ടടുത്തായിട്ട് മീഡിയ റൂം, അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് ഹാൾ കാണാൻ സാധിക്കും. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഇവിടെ വേറെ പാർട്ടികളുടെ, രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ സംസ്ഥാന ഓഫീസുകളുടെ ഉദ്ഘാടനം നടന്നിരുന്നു. പക്ഷേ ആ സംസ്ഥാന ഓഫീസുകളുടെ ഒന്നും ചിത്രങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസോ ഒന്നും പൊതുമാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല. എന്തുകൊണ്ടെന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. അവിടെ ആകെ നമ്മൾ കാണുന്നത് മീഡിയ റൂം മാത്രമാണ്, ഏറ്റവും ഫ്രണ്ടിലെ ദൃശ്യങ്ങൾ മാത്രമാണ്. ഇന്നിപ്പോൾ BJP സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു തുറന്ന പുസ്തകമായി അവരുടെ ഓഫീസിൻ്റെ ഓരോ മുക്കും മൂലയും ആളുകൾക്ക് കാണാമെന്നുള്ളതാണ്. ഈ കാണുന്നത് പ്രസ് കോൺഫറൻസ് ഹാളാണ്. അത്യാധുനിക സംവിധാനത്തോടു കൂടി ഒരുക്കിയിരിക്കുന്ന മീഡിയ റൂമാണ്. ഇവിടെ നിന്നാണ് ഓരോ വാർത്താ സമ്മേളനങ്ങളും സംസ്ഥാന അധ്യക്ഷൻ്റെയും മുതിർന്ന സംസ്ഥാന നേതാക്കന്മാരുടെയും ഒക്കെ വാർത്താ സമ്മേളനങ്ങൾ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയായി നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ സൂചിപ്പിച്ചതാണ്, ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത നിലയിലേക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഉള്ളത്. അടുത്ത നിലയിലേക്ക് പോവുകയാണെങ്കിലും നിറയെ വിശേഷങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ P. പരമേശ്വർജിയെ നമുക്ക് കാണാൻ സാധിക്കും.
സാധിക്കും. ഒരുപക്ഷെ പരമേശ്വർജിയൊന്നും ഓർക്കാതെ ഒരു സ്വയം സേവർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല, കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൂടി ഇവിടെ പറയുന്നത്. പരമേശ്വർജിയെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ മുന്നോട്ട് വെച്ച ഒരു കേന്ദ്രം, അല്ലെങ്കിൽ പരമേശ്വർജിയെ നമുക്ക് അങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ നേരത്തെ PP മുകുന്ദൻ, നമ്മളെ വിട്ട് പോയ PP മുകുന്ദനെ കുറിച്ച്, സംഘടനാ സെക്രട്ടറിയെ കുറിച്ച് പറയുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഈ ഒരു നമ്മൾ പറയുന്ന കെട്ടിടം നമ്മുടെ പ്രത്യേകിച്ച് കെട്ടിടം എന്ന് പറയാൻ പറ്റില്ല, BJP പ്രവർത്തകരുടെയും BJP നേതാക്കളുടെയൊക്കെ ആശ്രയമായ സ്വന്തം ഭവനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ സംഘപരിവാർ സംഘടനകളുടെ ആശയങ്ങൾ അത് വലിയ തോതിൽ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലും ഒപ്പം തന്നെ ഈ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾക്കിടയിലും, അല്ലെങ്കിൽ അവർക്കിടയിൽ സംഘപരിവാർ സംഘടനകൾ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് ഇതൊരു സംഘടനം നടത്തുന്ന പാർട്ടിയാണ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു വർഗീയത പരത്തുന്ന പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാർ സംഘടനകളെ അധിക്ഷേപിക്കുമ്പോൾ എല്ലാ മേഖലകളിലേക്കും സംഘപരിവാർ സംഘടനകളുടെ ആശയങ്ങൾ എത്തിച്ച മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ശ്രീ പരമേശ്വർജി. പരമേശ്വർജിയുടെ ആശയങ്ങൾ അത് ഇന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അത് വലിയ പ്രചോദനം നൽകുന്നത് തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അതൊരു കോട്ടായി സ്ഥാപിച്ചുകൊണ്ടാണ് BJP ഓഫീസിലെ ആദ്യ ചിത്രം. കെട്ടിടത്തിൻ്റെ മുക്കിലും മൂലയിലും ഇതേപോലെയുള്ള ഓരോ വ്യക്തികളുണ്ട്, അവരുടെ മഹത്വചനങ്ങളുണ്ട്. അത് പ്രവർത്തകർക്ക് ആവേശമാകാനും ഇവിടെ എത്തുന്നവർക്ക് ആവേശമാകാനുമുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ശ്രീ നരേന്ദ്രമോദി, പ്രധാന സേവകൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് നമുക്കിവിടെ കാണാം. കേരളം പുരോഗമനപരമായ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഇവിടെ കൊടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഒരുപാട് കട്ടൗട്ടുകൾ ഇത്തരത്തിലുള്ള ഇവിടെ കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ അംബേദ്കർ ഉണ്ട്, BR അംബേദ്കറിനെ നമുക്ക് കാണാൻ സാധിക്കും. ദീൻദയാൽ ഉപാധ്യായുണ്ട്, തൊട്ടടുത്ത് തന്നെ LK അദ്വാനിയുണ്ട്. അങ്ങനെ ഒരുപാട് മഹത് വ്യക്തികളുടെ കട്ടൗട്ടുകൾ, അവരുടെ പ്രധാനപ്പെട്ട വാക്കുകൾ, അവരെന്ത് സന്ദേശമാണോ നാടിന് നൽകാൻ ഒരുങ്ങിയത് ആ സന്ദേശം അവരുടെ വാക്കുകളായി, അവരുടെ ചിത്രങ്ങളായി ഇവിടെ ഓരോ ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഒന്നാം നിലയിലെ കാഴ്ച. തൊട്ടടുത്തിന് ഒരു ക്യാൻറ്റീൻ കൂടിയുണ്ട്. ഇവിടെ എത്തുന്നവർക്കും ഒപ്പം തന്നെ ഇവിടുത്തെ ഈ ഓഫീസ് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഉച്ചഭക്ഷണം ഒരുക്കുന്ന ഒരു ക്യാൻറ്റീൻ. നിലകളിലേക്കൊക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി 7 നിലകളിലെത്തുമ്പോഴേക്കും അങ്ങനെ ആകെ ക്ഷീണിക്കും. പക്ഷേ ഇനി അതിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രധാന മുഹൂർത്തമാണ് ഈയൊരു പ്രത്യേകിച്ച് ഈ മാരാർജി ഭവൻ്റെ ഉദ്ഘാടനം എന്നതിലുപരി സാധാരണക്കാരായ BJP പ്രവർത്തകർക്ക് സമർപ്പിക്കുന്ന നിമിഷത്തിലേക്ക് ആണ് എല്ലാവരും, BJP പ്രവർത്തകരും ഒപ്പം തന്നെ ഈ നാടും കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കൃത്യം 11:30 മണിയോടുകൂടി BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ്, അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കേന്ദ്രമന്ത്രി അമിത് ഷാ ഈ ഒരു BJPയുടെ ഈ ഒരു ഓഫീസ് നാടിന് സമർപ്പിക്കും, അല്ലെങ്കിൽ BJP പ്രവർത്തകർക്ക് സമർപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. അമിത്ഷാ എത്തുമ്പോൾ BJPയുടെ കോർ കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്, സംസ്ഥാന സമിതി നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ പുത്തിരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന നേതൃസംഗമമുണ്ട്. അതായത് ഓരോ വാർഡുകളിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള വാർഡ് തല പ്രതിനിധികൾ ഇന്നത്തെ ആ നേതൃസംഗമത്തിൽ പങ്കെടുക്കുന്നത്. ഏകദേശം 25,000-ലധികം പേരെയാണ് നേരിട്ട് പ്രത്യക്ഷമായവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 80,000-ലധികം ആളുകൾ, ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ ഈ പരിപാടിയിൽ വെർച്വലായും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പൂർണ്ണമായും അരയും തലയും മുറുക്കി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള മിഷൻ 2025 അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്താണ് അമിത്ഷായുടെ ആ മിഷൻ 2025 എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം, അത് തന്നെയാണ് ആ മുദ്രാവാക്യം. അപ്പോൾ അതിലൂന്നിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സാധാരണക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യ പ്രഖ്യാപനമായി അദ്ദേഹത്തിൻ്റെ ഈ കേന്ദ്ര പദ്ധതികൾ മോദി സർക്കാരിൻ്റെ കാലഘട്ടങ്ങളെ കുറിച്ച് സാധാരണക്കാർക്കായ ജനങ്ങൾക്ക് ലഭിക്കുന്ന കേന്ദ്ര പദ്ധതികൾ, ആ കേന്ദ്ര പദ്ധതികൾ പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി പോലുള്ള പദ്ധതികളെ സാധാരണക്കാരായ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, മറ്റു നിരവധി ജൽജീവൻ മിഷനൊക്കെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗ്രാമീണ മേഖലയിലേക്കും സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് പൈപ്പ് ലൈൻ എത്തിക്കുന്ന ഒരു പദ്ധതി. ആ പദ്ധതി വരെ പ്രധാനമന്ത്രിയുടെ സ്വപ്നമാണ്. രാജ്യത്താണ്, കേരളത്തിൽ മാത്രമല്ല രാജ്യത്തോട്
കേരളത്തിലുടനീളം എല്ലാ മേഖലകളിലേക്കും വികസനം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സാധാരണക്കാര ജനങ്ങളിലേക്ക് വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി, അങ്ങനെ ഓരോ താഴെത്തട്ടിലും സ്പർശിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികളുടെ ഒരു വിലയിരുത്തലായിരിക്കും ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഉജ്ജ്വൽ യോജന കണക്ഷൻ, ഓരോ വീടുകളിലേക്ക് ഗ്യാസ് കണക്ഷൻ എത്തിക്കുക, സാധാരണക്കാരുടെ വീട്ടിലേക്ക് ഒരുപക്ഷെ ഗ്യാസ് എന്താണെന്ന് പോലും അറിയാത്ത കുഗ്രാമങ്ങളിലേക്ക് എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള വീടുകളിലേക്ക് ഗ്യാസ് കണക്ഷൻ എത്തിക്കുന്നു. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൈപ്പ് ലൈൻ അല്ലെങ്കിൽ വെള്ളം, കുടിവെള്ളം എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അത് എത്തിക്കുന്നു. കൂടാതെ തന്നെ കിസാൻ സമ്മാൻ നിധി, അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുകയാണ്. കർഷകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൃഷിനാശം ഉണ്ടാവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് കിസാൻ സമ്മാൻ്റെ കാർഡ്, ഒരു ATM കാർഡ് പോലെ ഒരു കാർഡിൽ ഒരു ചിപ്പിൽ അവരുടെ എല്ലാ വിവരങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും എത്തിക്കുന്ന പദ്ധതി. ഒപ്പം തന്നെ ശാലിനി, നമ്മൾ ഈ കിസാൻ സമ്മാൻ നിധി, ഉജ്ജ്വൽ യോജന, ഒപ്പം തന്നെ നമ്മളുടെ മറ്റു പ്രത്യേകിച്ച് ജൽജീവൻ മിഷൻ, ഇങ്ങനെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി, അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയുണ്ട്. സാധാരണക്കാരന് ബാങ്കുകളിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി, സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ഇടപെട്ടത്, അതിനുശേഷം രാജ്യത്തുണ്ടായ വികസനങ്ങൾ, ഡിജിറ്റൽ യുഗത്തിലേക്ക് രാജ്യം മാറുന്നു, ഡിജിറ്റൽ കറൻസിയിലേക്ക്. ഇന്ത്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ കളിയാക്കിയ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ മുന്നിലാണ് ഒരു സാധാരണക്കാർ, ഒരു വഴിയോര കച്ചവടക്കാരുടെ കയ്യിൽ പോലും എങ്ങനെയാണ് ഡിജിറ്റൽ ഇന്ത്യ പ്രാവർത്തികമായി അവരുടെ കൈകളിലേക്ക് എത്തിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനം കഴിഞ്ഞ 2 മോദി സർക്കാരിൻ്റെ കാലത്തും കൊണ്ടുപോയിട്ടുള്ള പ്രവർത്തനം. പക്ഷേ കേരളത്തിലേക്ക് ഇതൊക്കെ എത്തുമോ, കേരളത്തിലേക്ക് ഒരു പ്രധാനമന്ത്രി എത്തുമോ, ആഭ്യന്തരമന്ത്രി, നമ്മൾ കാത്തിരുന്ന നാളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലോ, ഓരോ മാസവും 2-3 കേന്ദ്രമന്ത്രിമാർ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും അവർ എത്തുന്നുണ്ട്, പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. വർഷത്തിൽ 5 തവണ 6 തവണ മിനിമം കുറഞ്ഞത് അദ്ദേഹം കേരളത്തിൽ എത്തുകയാണ്. അങ്ങനെ ഒരു വലിയ മാറ്റത്തിൻ്റെ ഭാഗമാവുകയാണ്. രാജ്യം വികസിക്കുന്നതോടൊപ്പം തന്നെ കേരളവും വികസിക്കുകയാണ്. ആ വികസിക്കുന്നതോടൊപ്പം തന്നെ പാർട്ടി വികസിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നെടുന്തൂണാകാൻ ഒരു പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആവേശമൊക്കെ കാണാൻ പോകുന്നത് ഇനി ഇവിടെ നിന്നായിരിക്കും. തീർച്ചയായിട്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേന്ദ്രത്തിൽ നിന്ന് ഞാൻ നിൽക്കുന്ന അവിടേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ 45 മിനിറ്റുകളായി, ഒരുപക്ഷെ അതിനും നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രി തലസ്ഥാനത്തെത്തിയതും BJPയുടെ സംസ്ഥാന കാര്യാലയത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വൈകിട്ട് കണ്ണൂരിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ അമിത്ഷാ ദർശനത്തിനെത്തുന്നുണ്ട്. അവിടേക്ക് കൂടി ഒന്ന് പോകണം, എന്നിട്ട് വീണ്ടും ഇവിടേക്ക് വരാം. അതിനു മുൻപ് ഒരു ഇടവേള. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇന്ന് പകൽ തലസ്ഥാനത്താണ് പരിപാടിയെങ്കിൽ വൈകിട്ടോടെ അദ്ദേഹം കണ്ണൂരിലേക്ക് എത്തും. അവിടെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തും. തിരുവനന്തപുരത്ത് BJP സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് വൈകിട്ട് 5 മണിയോടെ അമിത്ഷാ തളിപ്പറമ്പിൽ എത്തുക. ബസ് സ്റ്റാൻഡിനടുത്ത് ദേശീയപാതയിൽ പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തി മടങ്ങും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, എപ്പോഴാണ് ദർശനം? അതാണ് ആദ്യ ചോദ്യം. കൃഷ്ണരാജ്, ഏതാണ്ട് 5 മണിയോടുകൂടി കണ്ണൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം ഇറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ നിശ്ചയിക്കപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ച് കണ്ണൂർ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയും ചെയ്യും. പ്രവർത്തകർ വഴിനീളെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഇറങ്ങിയ ശേഷം ഈ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തുകയും ഏതാണ്ട് 6 മണി തൊട്ട് 7 മണി വരെയാണ് ഇവിടെ ഒരു നിയന്ത്രണങ്ങൾ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം ആ ഒരു സമയത്തിനുള്ളിൽ ദർശനം നടത്തി അദ്ദേഹം മടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് പരിസരത്തുള്ള സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് ഈ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. പുഷ്പവൃഷ്ടിയോടെ അദ്ദേഹത്തിനെ ഈ പ്രവർത്തകർ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏതാണ്ട് ഈ 1 മണിക്കൂർ നേരത്തെ ഒരു സന്ദർശനത്തിന് ശേഷം 7 മണിയോടുകൂടി അദ്ദേഹം ഈ തളിപ്പറമ്പിൽ നിന്ന് മടങ്ങി പോവുകയും ചെയ്യും. ശക്തമായ സുരക്ഷയിലാണ്. നമുക്കറിയാം, Z+ കാറ്റഗറി സുരക്ഷയുള്ള ഒരാളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷയിലാണ്. നമുക്ക് പോലും മുൻ സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ലൈവ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്തരമൊരു പുറമേ നിന്ന് ലൈവ് ചെയ്യേണ്ട സാഹചര്യമുള്ളത്. അതിലും ഈ വരുന്ന വഴിയിൽ, അതായത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് വരുന്ന വഴിയിലൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ 1 മണിക്കൂർ സമയം, ഏതാണ്ട് 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് വലിയ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തളിപ്പറമ്പ് താലൂക്കിലും അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പരിസരങ്ങളിൽ
സ്ഥലങ്ങളിലും ഡ്രോൺ പറത്തുന്നതിനടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ ഒരു ക്ഷേത്ര പരിസരം മുഴുവൻ ഈ ഒരു കേന്ദ്ര ഇൻ്റലിജൻസ് സെൻ്റർ അടക്കം നിയന്ത്രണത്തിലാണ്. കേരള പോലീസും അതുപോലെ തന്നെ ഈ SPG അടക്കമുള്ള സേനകളും ഈ സുരക്ഷാ വലയത്തിലാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. ഏതായാലും 1 മണിക്കൂറോളം അടുത്ത് ഈ ഒരു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ സ്വീകരണം. ആദ്യമായി ഇത് 2ാം തവണയാണ് അദ്ദേഹം കണ്ണൂരിൽ എത്തുന്നത്. നേരത്തെ BJPയുടെ 2ാം തവണയല്ല 3ാം തവണയാണ് എന്ന് പറയേണ്ടി വരും. കാരണം നേരത്തെ ഒരു കുമ്മനം രാജശേഖരൻ നയിച്ച യാത്രയിൽ അദ്ദേഹം പയ്യന്നൂർ ഉദ്ഘാടനം സമയത്ത് ഇവിടെ എത്തിയിരുന്നു. അതുമാത്രമല്ല BJPയുടെ കണ്ണൂർ ജില്ലാ കാര്യാലയത്തിൻ്റെ ഉദ്ഘാടന സമയത്തും അദ്ദേഹം കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. ഇത് 3ാം തവണയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണൂർ സന്ദർശനം. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിൽ തന്നെയാണ് ഈ ഒരു സന്ദർശനത്തെ കാണുന്നത്. അതിൽ 1 മണിക്കൂറോളം കണ്ണൂർ ജില്ലയിൽ അദ്ദേഹം ഉണ്ടാകുമെന്നൊരു കാര്യമാണ്. ഈ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കൃഷ്ണരാജ്, ഈ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു പോയി, പക്ഷേ അതെങ്ങനെയാണ്? കണ്ണൂരിലാകെ കനത്ത സുരക്ഷയാണല്ലോ, കാരണം ആഭ്യന്തരമന്ത്രിയാണ് വരുന്നത്. തീർച്ചയായും കൃഷ്ണരാജ്, അദ്ദേഹം വരുന്ന വഴിയിൽ, അതായത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഈ തളിപ്പറമ്പിലേക്കുള്ള വഴിയിലൊക്കെ തന്നെ ഏതാണ്ട് 5 മണി മുതൽ 6 മണി വരെ കൃത്യമായ വാഹന നിയന്ത്രണമുണ്ട്. ആ വഴി വരുന്ന വാഹനങ്ങൾ മറ്റു വഴി തിരിഞ്ഞു പോകണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതീവ സുരക്ഷയുടെ ഭാഗമായി തന്നെ തളിപ്പറമ്പ് താലൂക്കിലും അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പരിസരങ്ങളിലും ഒക്കെ തന്നെ ഈ ഡ്രോൺ പറത്തുന്നതിന് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ സേനകൾക്കൊഴികെ മറ്റാരെങ്കിലും ഈ ഇത്തരത്തിൽ ഡ്രോൺ പറത്തുകയും മറ്റ് പ്രവൃത്തികളിലേക്ക് പോയി കഴിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ആ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശന സമയമായ 1 മണിക്കൂർ ഒരു ഭക്തർക്ക് നേരിയ തോതിലുള്ളൊരു നിയന്ത്രണങ്ങൾ കൂടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് അദ്ദേഹം വന്നു പോകുന്ന ഒരു സമയമാണ്. ഒരു സുരക്ഷാ പ്രശ്നങ്ങളുടെ സാഹചര്യത്തെ തുടർന്നാണ് ഇത്തരമൊരു നിയന്ത്രണം ഈ പോലീസിൻ്റെ അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഏജൻസികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണരാജ്, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ വൈകിട്ട് 5 മണിയോടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദർശനം നടത്തും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. 2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മാരാർജി ഭവൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാടിന് സമർപ്പിക്കുകയാണ്. രാവിലെ 11:30 ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. 60,000 സ്ക്വയർ ഫീറ്റിൽ 7 നിലകളിലായി അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് മാരാർജി ഭവൻ ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ റിപ്പോർട്ടർ ശാലിനിക്കൊപ്പം മാരാർജി ഭവനിലെ കാഴ്ചകൾ കാണാം. ഇനി ഒരുപാട് ഓഫീസ് ടൂറുകളും ഹോം ടൂറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഹോം ടൂറുകളും ഓഫീസ് ടൂറുകളും വൈറലാകുമ്പോൾ ജനപ്രേക്ഷകരെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് മറ്റൊരു ഓഫീസ് ടൂറാണ്. നമ്മളെല്ലാം കാത്തിരുന്ന BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഓഫീസ് ടൂർ. 60,000 സ്ക്വയർ ഫീറ്റിൽ 7 നിലകളിലായി അത്യാധുനിക സംവിധാനത്തോടു കൂടിയ ഓഫീസ് ഇന്ന് അനന്തപുരിയിൽ സമ്മാനിക്കാൻ പോവുകയാണ്. സമ്മാനിക്കുന്നത് മറ്റാരുമല്ല, രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാവലാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഈ സൗധം ജനങ്ങൾക്ക് നൽകുകയാണ്. ആ ജനങ്ങൾക്ക് നൽകുമ്പോൾ കാണാം ഈ ഓഫീസിലെ കാഴ്ചകളും വിശേഷങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും. ഇതാണ് സംസ്ഥാന ഓഫീസിൻ്റെ റിസപ്ഷൻ. ഇവിടേക്ക് എത്തുന്ന ഓരോ സാധാരണക്കാരെയും ആദ്യം വരവേൽക്കുന്നത് ഈ റിസപ്ഷനാണ്. എനിക്ക് തൊട്ടു പിന്നിലായി ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. BJPക്കാർക്ക് മാത്രമല്ല, സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ആർക്കു വേണ്ടിയിട്ടും ഈ ഹെൽപ്പ് ഡെസ്ക് 24 മണിക്കൂറും തുറന്നിരിക്കും. ഏതൊക്കെ കേന്ദ്ര പദ്ധതികൾ, അതിനെന്തൊക്കെ വേണം, എങ്ങനെ അതൊക്കെ നേടാം, ഇതൊക്കെ ഈ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് സാധാരണക്കാരിലേക്ക് എത്തിക്കും. BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ്, എന്താണ് BJP എന്ന് സാധാരണക്കാർക്ക് പറഞ്ഞു തന്ന മാരാർജി. മുൻപ് മാരാർജി ഭവനായി തൈക്കാടുണ്ടായിരുന്ന ആ ഒരു ചെറിയ കെട്ടിടം ഇന്ന് ഈ അത്യാധുനിക സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ മാരാർജിയെ ഓർക്കാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? അദ്ദേഹത്തിൻ്റെ ഒരു വെങ്കല പ്രതിമ, അത് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് അങ്ങനെയുണ്ട്. ഇന്ന് രാവിലെ അമിത്ഷയാണ് ഈ ഒരു വെങ്കല പ്രതിമ നാടിന് സമർപ്പിക്കുന്നത്, BJP സംസ്ഥാന ഓഫീസിനും സമർപ്പിക്കുന്നത്.
തൊട്ട് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ, എനിക്ക് പിന്നാലെ വരികയാണെങ്കിൽ, കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനങ്ങൾ, ഒപ്പം തന്നെ മറ്റ് മാധ്യമങ്ങളുമായൊക്കെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, BJPയുടെ മുതിർന്ന നേതാക്കന്മാർക്കുൾപ്പെടെ സംസാരിക്കാനായി ഒരു പ്രസ് കോൺഫറൻസ് ഹാൾ, അതും അത്യാധുനിക സംവിധാനത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എത്തുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, BJPയുടെ മുതിർന്ന നേതാക്കന്മാർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ വാർത്താ സമ്മേളനം നടത്തുന്നത്, മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ LED വോളിലടക്കം അവർക്ക് ദൃശ്യങ്ങളും അവരുമായി നേരിട്ട് സംവദിക്കാനുമുള്ള അവസരം ഈ ഒരു ഓഫീസിൽ, ഈ ഒരു പ്രസ് കോൺഫറൻസ് ഹാളിൽ ഒരുക്കിയിട്ടു. ഭാരതീയത നമ്മുടെ സ്വത്വമാണ്, രാഷ്ട്രഹിതം നമ്മുടെ ധർമ്മമാണ്, രാഷ്ട്രക്ഷേമം സർവോപരിയാണ്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, P. പരമേശ്വർജിയാണ്. അങ്ങനെ പരമേശ്വർജി ഉൾപ്പെടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ളവരുടെ പ്രധാനപ്പെട്ട കട്ടൗട്ടുകൾ, അവരുടെ മഹത് വചനങ്ങൾ ഈ ഒരു സ്റ്റേറ്റ് ഓഫീസിൻ്റെ 1-ാം നിലയിൽ, അതായത് പ്രസ് ഹാളിന് സമീപത്തായി ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർ BR അംബേദ്കർ, നരേന്ദ്ര മോദിജി, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ BJP ചേർത്ത് നിർത്തുന്നുണ്ട്. LK അദ്വാനി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരെ നമുക്ക് ഇവിടെ കട്ടൗട്ടിലൂടെ അവരുടെ പ്രധാനപ്പെട്ട വാക്കുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു പ്രധാനപ്പെട്ട 1-ാം നിലയിൽ, അതായത് കയറി വരുന്ന 1-ാം നിലയിൽ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായിട്ടുള്ളത്. താഴത്തെ 2 നിലകൾ പൂർണ്ണമായും വാഹന പാർക്കിങ്ങിനാണ്. അതിനുശേഷമുള്ള 5 നിലകളിലാണ് അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള BJPയുടെ സംസ്ഥാന ഓഫീസ് ഉള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് കേരളീയ 4-കെട്ട് മാതൃകയിലുള്ള നിർമ്മാണ രീതിയാണ്. ശുദ്ധമായ വായു, ശുദ്ധമായ കാറ്റ്, ശുദ്ധമായ വെളിച്ചം, അത് ഈ കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗത്തും കൃത്യമായി തന്നെ എത്തുമെന്നുള്ളതാണ് ഈ നിർമ്മാണ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനിപ്പോൾ ഉള്ളത് 2-ാം നിലയിലാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുള്ളത്. BJPയുടെ നെടുന്തൂണ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ റൂമാണ് എനിക്ക് പിന്നിലുള്ളത്. ഇവിടെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴുള്ളത്. BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയായി ഓഫീസ് സെക്രട്ടറിയുടെ ക്യാബിനുണ്ട്. അതിന് തൊട്ടടുത്തായി ഓഫീസ് സെക്ഷനുണ്ട്. ഓഫീസ് സെക്ഷനും അടുത്തായി മറ്റൊരു ബോർഡ് നമുക്ക് കാണാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ ലിസ്റ്റ്, ശ്രീ O. രാജഗോപാൽ മുതൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വരെ. ഒരു വലിയ പരിപാടി BJPയുടെ സ്റ്റേറ്റ് ഓഫീസിൽ നടത്തുകയാണെങ്കിൽ ഇനി ഹാൾ അന്വേഷിച്ച് മറ്റൊരിടത്തേക്കും പോണ്ട, അത്യാധുനിക സംവിധാനത്തോടെയുള്ള ഒരു ഓഡിറ്റോറിയം ഇവിടെ തയ്യാറാണ്. ആ ഓഡിറ്റോറിയത്തിൻ്റെ കാഴ്ചകൾ പോവുകയാണെങ്കിൽ കുഷ്യനിട്ട നല്ല അടിപൊളി ചെയറുകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. LED വോൾ അടക്കം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ശബ്ദം കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമുള്ള ശബ്ദ സംവിധാനങ്ങളും ഇവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 10-200 പേർക്ക് ഒരുമിച്ചിരുന്ന് പരിപാടി ശ്രവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഈ സ്റ്റേറ്റ് ഓഫീസിൻ്റെ 2-ാം നിലയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതാണ് മിനി കോൺഫറൻസ് ഹാൾ. വിവിധ മോർച്ചകളുടെ പ്രവർത്തകർക്ക്, മഹിളാ മോർച്ചയും യുവമോർച്ചയും അടക്കമുള്ള മോർച്ചകളുടെ പ്രവർത്തകർക്ക് ഇവിടെ ഇരുന്ന് വീഡിയോ കോൺഫറൻസിങ് നടത്താനും ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള മിനി കോൺഫറൻസ് ഹാളാണ് നമ്മൾ ഈ കാണുന്നത്. എല്ലാ സംവിധാനത്തിലും ഇവിടെ നിന്ന് ഡൽഹിയിലേക്കുള്ള നേരിട്ടുള്ള വീഡിയോ കോൺഫറൻസിങ് സംവിധാനം അടക്കം നടത്താനുള്ള LED വോളും ഒപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് അത്യാധുനിക സംവിധാനത്തോടെയുള്ള ലൈബ്രറി. വായനാശീലമുള്ളവർക്കൊക്കെ ഇവിടേക്ക് സ്വാഗതം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഷെൽഫുകളൊക്കെ കാലിയാണ്. പക്ഷേ ഈ ഷെൽഫുകളിലൊക്കെ ഇനി ബുക്കുകൾ നിറയും. ഇതൊരു മിനി ലൈബ്രറിയായി ഇവിടെ എത്തുന്നവർക്കൊക്കെ ഉപയോഗിക്കാനും കഴിയും. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ ഇവിടെ റാക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റാക്കുകളിലൊക്കെ ഇഷ്ടം പോലെ പുസ്തകങ്ങളുമുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഓഫീസിൽ എത്തുന്നവർക്ക് വായന മുടക്കേണ്ട കാര്യമില്ല. ഇവിടെ എത്തി നല്ല സുഖ സൗകര്യമായി ഇവിടെ ഇരുന്ന് ശീതീകരിച്ച റൂമിലിരുന്ന് പുസ്തകവും അവർക്ക് വേണ്ട പോയിന്റ്സും ഒക്കെ എഴുതിയെടുക്കാൻ ഒരു അവസരം കൂടി ഈ സ്റ്റേറ്റ് ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ 3-ാമത്തെ നിലയിലാണ് സംസ്ഥാന ഭാരവാഹികൾക്കുള്ള പ്രത്യേക ക്യാബിനുകൾ തയ്യാറാക്കിയിട്ടുള്ളത്, അവരുടെ ഓഫീസുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ജനറൽ സെക്രട്ടറി 1. ഇവിടെയാണ് ജനറൽ സെക്രട്ടറിമാർ ഇരിക്കുന്നത്. തൊട്ടടുത്തായി മറ്റ് സംസ്ഥാന ഭാരവാഹികൾക്കുള്ള റൂമുകളും ക്രമീകരിച്ചിട്ടുണ്ട്, സജ്ജീകരിച്ചിട്ടുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ ജനറൽ സെക്രട്ടറി 2, അദ്ദേഹത്തിനും, അത് ആരാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്, അദ്ദേഹത്തിനും ഇവിടെ ഒരു റൂമുണ്ട്. തൊട്ടടുത്തതായി മഹിളാ മോർച്ചയുടെ പ്രവർത്തകർക്കും മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികൾക്കുമൊക്കെയുള്ള ഒരു റൂമും ഒരു ക്യാബിനും ഈ 3-ാം നിലയിൽ ഒരുക്കിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ നമുക്ക് കാണാം സംസ്ഥാന ട്രഷറർക്കുള്ള ഓഫീസ് റൂമാണ്, അവരുടെ ക്യാബിനാണ് ഈ കാണുന്നത്. ഇതാണ് BJPയുടെ സംസ്ഥാന മീഡിയ റൂം. ഇവിടെ നിന്നാണ്
BJPയുടെ മാധ്യമ വാർത്തകൾ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റീലുകൾ അതൊക്കെ ഉദ്ഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ മീഡിയ റൂം. ശീതീകരിച്ച ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളോടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ നിലയിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനി അടുത്ത നിലയിലേക്കാണ് പോകേണ്ടത്. അവിടെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള BJP സംസ്ഥാന ഓഫീസിൻ്റെ കുറേ അധികം കാഴ്ചകളുണ്ട്. ഡോർമെറ്ററി സംവിധാനങ്ങളുണ്ട്. BJPയുടെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ആ നിലയിൽ ഒരുക്കിയിട്ടുണ്ട്. ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഇനി നമ്മൾ കാണുന്നത് ഡോർമെറ്ററിയിലെ കാഴ്ചകളാണ്. BJPയുടെ വിവിധ മോർച്ച പ്രവർത്തകർ, BJPയുടെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇനി ഹോട്ടൽ മുറിയിലൊന്നും താമസിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഡോർമെറ്ററി സംവിധാനമുണ്ട്. തൊട്ടടുത്ത് തന്നെയായി മറ്റ് സിംഗിൾ റൂമുകളും 2 ഷെയറിംഗ് റൂമുകളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ മുറിയിൽ മാത്രം ഏകദേശം 10-ലധികം ആളുകൾക്ക് ഒരേ സമയം കിടക്കാനുള്ള സംവിധാനങ്ങൾ, വേണ്ട ഫാൻ, AC സംവിധാനം അടക്കം ഈ റൂമിൽ, അതായത് ഈ ഡോർമെറ്ററി ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ വന്നാൽ താമസിക്കാനുള്ള സൗകര്യം ഈ BJPയുടെ പുതിയ സംസ്ഥാന കാര്യാലയത്തിലുണ്ട്. അതായത് സുരക്ഷ ഒരു ഭാഗത്ത് ഒരുക്കാൻ SPG ഒക്കെ സമ്മതിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് തന്നെ ഇവിടെ ഒരു രാത്രി താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് BJPയുടെ സംസ്ഥാന കാര്യാലയം പ്രവർത്തനം ആരംഭിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവരുടെ ഇവിടുത്തെ റൂമുകളാണ്. അവർക്ക് വിശ്രമിക്കാനും അവരുടെ സമയം ചിലവഴിക്കാനും ഒക്കെയുള്ള റൂമാണ്, അല്ലെങ്കിൽ അവരുടെ മുറിയാണ് ഈ കാണുന്നത്. 7 നിലകളിലായി BJP സംസ്ഥാന കാര്യാലയത്തിൻ്റെ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിച്ചത്. മാരാർജി ഭവൻ എന്ന ആ വിസ്മയം 7 നിലകളിലായി 60,000 സ്ക്വയർ ഫീറ്റിൽ അങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ. കാത്തിരിക്കാം, കേരളത്തിലൊരു മാറ്റം വരുമെന്ന്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അർദ്ധരാത്രിയോടെ അനന്തപുരിയിലെത്തി. ഇന്ന് BJP പ്രവർത്തകർക്ക് വലിയ സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്. BJP സംസ്ഥാന കാര്യാലയം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹം രാവിലെ 11:30 സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം, മാരാർജി ഭവൻ്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. തുടർന്ന് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന വാർഡ് തല നേതൃസംഗമത്തിലും BJPയുടെ സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് അത്യാധുനിക സൗകര്യങ്ങളുള്ള 7 നില ബഹുനില കെട്ടിടത്തിൻ്റെ സവിശേഷതകൾ, ഒപ്പം അതിൻ്റെ പശ്ചാത്തലം, ചരിത്രം ഒക്കെയാണ്. ഇന്നിനി അദ്ദേഹത്തിന് പ്രധാനമായി മറ്റു 2 പരിപാടികളുള്ളത്. ഒന്ന് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന വാർഡ് തല നേതൃസംഗമമാണ്, മറ്റൊന്ന് സംസ്ഥാന നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതായത് ഏറെ ഗൗരവമേറിയ മറ്റു പരിപാടികളും ഇന്ന് നടക്കാനിരിക്കുന്നു അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് ഏറെക്കാലമായുള്ള BJP പ്രവർത്തകരുടെ സ്വപ്നമാണ്. അതായത് ഈ തലസ്ഥാനത്തൊരു സംസ്ഥാന കാര്യാലയം, അതിന് ഇന്ന് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ആ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യാനെത്തുന്നു. അവിടെ തന്നെ KG മാരാരുടെ അടക്കം ചരിത്രം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനത്താണ്. ഇവിടെയാണ് ഈ വാർഡ് തല നേതൃസംഗമം നടക്കുക. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള വാർഡ് തലത്തിൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തും. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലുള്ളവർ, അതായത് ഒരു വാർഡിൽ നിന്നും 5 അംഗ സംഘവും പക്ഷേ വെർച്വലായിട്ട് കൂടെ അവർ ഈ ഒരു നേതൃസംഗമത്തിൻ്റെ ഭാഗമാകുകയാണ്. അങ്ങനെ 1.5 ലക്ഷത്തോളം പേർ ഈ നേതൃസംഗമത്തിൻ്റെ ഭാഗം വെർച്വലായിട്ടാകും. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന 25,000 പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ തന്നെ കൃത്യമായുള്ള മാർഗനിർദ്ദേശം കൂടെയാണ് ഈ ഒരു നേതൃസംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ, അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി തന്നെ ഈ എങ്ങനെയായിരിക്കണം കേരളത്തിൽ BJPയുടെ വളർച്ച, ഇനിയുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കണം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എത്തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത്, അതിന് കൂടുതൽ, അതായത് പ്രവർത്തകരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു നേതൃസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായും ഈ ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനം, അതായത് സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷമാകും അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുക. അതിനു മുമ്പ് തന്നെ ഈ കസേരകളെല്ലാം നിറയുമെന്നുള്ളതാണ്. എല്ലാ പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തും. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുകയാണ്. അതായത് പോലീസിൻ്റെ വലിയ സുരക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രവർത്തകർക്ക് ഇരിക്കുവാനുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വേദി ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. എന്തായാലും സംസ്ഥാന നേതാക്കളും അതോടൊപ്പം തന്നെ
കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ നേതൃസംഗമത്തിൽ, അതായത് വാർഡ് തല നേതൃസംഗമത്തിൽ പങ്കെടുക്കാൻ നിരവധി പ്രവർത്തകരാണ് എത്തുന്നത്. എന്തായാലും ആദ്യം സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനമാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ഈ നേതൃസംഗമം നടക്കുക. അതിനുശേഷം സംസ്ഥാന നേതൃയോഗമുണ്ടാകും. ആ നേതൃയോഗത്തിൽ വരുന്ന ഈ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു പഠനം, അതോടൊപ്പം തന്നെ ചർച്ചയൊക്കെ ഉണ്ടാകും. അതിനുശേഷമാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് പോവുക. അവിടെ ക്ഷേത്ര ദർശനവും ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ ഈ ഒരു വേദിയാണ്. ഇവിടെ എല്ലാം അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. ഇനി അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വരവേൽക്കുവാൻ വേണ്ടി ഇവിടെ നിരവധി പ്രവർത്തകരെത്തും. എന്തായാലും അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും BJP പ്രവർത്തകരുടെ ഒരു ആത്മവിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ തന്നെയും ഓരോ പ്രവർത്തകർക്ക് നൽകുന്ന ആ ഒരു ആത്മവിശ്വാസം അത് ചെറുതല്ല. എന്തായാലും ഇവിടെ ഈ വേദിയുടെ ചുമതലയൊക്കെയുള്ള, അതായത് ഇവിടെ ആദ്യഘട്ട തയ്യാറെടുപ്പുകൾക്കും ഈ അവസാനഘട്ട തയ്യാറെടുപ്പുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാണ്, അവരും ഈ സംഗമത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞു. എല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ എത്ര പ്രവർത്തകരെയാണ് ഇവിടേക്ക് ഇപ്പോൾ ഇതിനകത്തേക്ക് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു 25,000 to 30,000 പേരാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വാർഡ് തല ശില്പശാലകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ? കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വാർഡ് തല നേതൃയോഗമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രവർത്തകർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള നിർദ്ദേശം, ഇനിയുള്ള തെരഞ്ഞെടുപ്പ് തന്നെയല്ലേ കൂടുതൽ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ ഏകദേശം എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഈ സംസ്ഥാന കാര്യാലയം അത് ഏറെക്കാലത്തെ സ്വപ്നമാണ്. അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണത്. അതാണിന്ന് നിറവേറ്റാൻ പോകുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും നേരത്തെ തന്നെ ഈ വാർഡ് തല ശില്പശാലകൾ കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നേതൃസംഗമം. ഈ BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നേതാക്കളല്ല, അതായത് കാര്യകർത്താക്കളാണ്, എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകുകയാണ്. അത്തരത്തിൽ തന്നെയാണ് ഈ വാർഡ് തലത്തിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകും. അത് വാർഡ് തലത്തിൽ മാത്രമല്ല, അത് ബൂത്ത് തലത്തിൽ ഉത്തരവാദിത്തങ്ങൾ നൽകും. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഈ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടത്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് കൂടുതൽ ഈ കേന്ദ്ര പദ്ധതികൾ എത്തിക്കുക, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, BJPയുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിലാണ് എത്തിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ശില്പശാലകൾ വഴി, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നേതൃസംഗമങ്ങൾ വഴി എല്ലാം നൽകുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. കാരണം ഓരോ ഘട്ടവും നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും BJPയെ സംബന്ധിച്ചിടത്തോളം എന്നും വളർച്ച തന്നെയാണ്, കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വളർച്ചയുടെ കാലഘട്ടത്തിൽ പ്രവർത്തകരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കി അവർക്ക് എങ്ങനെയാണ് കൂടുതലായി ഈ ആശയം അല്ലെങ്കിൽ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നേതൃസംഗമം, അതായത് വാർഡ് തലത്തിലുള്ള പ്രവർത്തകരെ എത്തിച്ച് കേന്ദ്രമന്ത്രി, അതായത് അമിത്ഷാ തന്നെ നേരിട്ട് അവരോട് സംവദിക്കുകയാണ്, അവർക്ക് നിർദ്ദേശം നൽകുകയാണ്. എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഇനി അല്പസമയം കഴിയുമ്പോഴേക്കും ആ ഒരു നേതൃസംഗമമൊക്കെ നമുക്ക് കാണാം. അതിനുശേഷമാണ് ഈ നേതൃയോഗം നടക്കുക. കഴിഞ്ഞ ദിവസം തന്നെ ഈ സംസ്ഥാന ഭാരവാഹികൾ, അതായത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവരൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി പുതിയൊരു ടീമാണ്, അതായത് വികസിത ടീം എന്നുള്ളത് ഈ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയുള്ളത് വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ, വികസനത്തിൻ്റെ ആ ഒരു ചർച്ചയിലൂടെയാണ് ഇനി കേരളത്തിൽ BJP ജനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ടീമാണ് ഇനി മുതലുള്ളത്. അത്തരത്തിലൊരു ടീമിനെ ആണ് കഴിഞ്ഞ ദിവസം മനോജ്, പുതിയ ടീം ലക്ഷ്യം 1-1, അതായത് ഈ രാജീവ് ചന്ദ്രശേഖർ കൂടെ കൂട്ടുന്ന ഒരു വാചകമുണ്ട്, വികസിത കേരളം എന്നത്. അതായത് അമ്പേ പാളിപ്പോയ കടക്കണിയിലായ ഒരു സംസ്ഥാനത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഞങ്ങളിലേക്ക് ചേരൂ എന്ന ഒരു മുദ്രാവാക്യം, വികസിത കേരളം. അത് ആ വേദിയുടെ മുന്നിലും അക്ഷരങ്ങളായി അണിനിരന്ന് നിൽപ്പുണ്ട്. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? അതായത് വരാനിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണല്ലോ. തീർച്ചയായും സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഇവിടെ എത്തുന്ന പ്രവർത്തകർക്ക്, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി വരുന്നത് കൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു സന്നാഹം രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വിലയിരുത്തുകൾ, അതോടൊപ്പം പരിശോധനകളും നടക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഇവിടെ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകും. ഈ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് ഈ പ്രവർത്തകർ എത്തുമ്പോൾ അവിടെ പിന്നീട് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കടത്തിവിടില്ല.
കൃത്യമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലീസും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും, അതായത് സർക്കാർ സംവിധാനങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനുള്ള, അല്ലെങ്കിൽ ഈ റോഡ് മാർഗമാണ് അദ്ദേഹം വരിക. അപ്പോൾ അതിന് വേണ്ട സൗകര്യമൊരുക്കും. അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി കൃത്യമായും ഈ സുരക്ഷ വിലയിരുത്തിയിട്ടുണ്ട്. എത്തരത്തിലാണ്, അതായത് ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ നൽകേണ്ട സുരക്ഷ, അതിനെയൊക്കെ തന്നെ കൃത്യമായുള്ള പരിശോധനകൾ. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല തവണയും സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. അതായത് ഇപ്പോൾ കേന്ദ്രമന്ത്രി വരുമ്പോൾ തന്നെ പലതവണ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗവർണറുടെ ഉൾപ്പെടെയുള്ള കാര്യം നമുക്കറിയാം. ഗവർണർക്കെതിരെ സമരം നടക്കുമ്പോൾ പോലും ഈ SFI അനുകൂലികൾ അല്ലെങ്കിൽ CPM അനുഭാവികളെയൊക്കെ തന്നെ സഹായിക്കുന്ന ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ കേന്ദ്രമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബാരിക്കേഡുകൾ, അതായത് ഈ പ്രവർത്തകർ ഇരിക്കുന്നതിനിപ്പുറം ഈ ബാരിക്കേഡ് പോലുള്ള ഈ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴിയാണ് അദ്ദേഹം നടന്നു വരിക, അല്ലെങ്കിൽ ഈ നേതാക്കളൊക്കെ നടന്നു പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. അദ്ദേഹം ആ വേദിയിലേക്കാണ് എത്തുക. ആ വേദിയിലെത്തി അവിടെയുള്ള ഇരിപ്പിടമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മുന്നിൽ തന്നെ നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ വികസിത കേരളം എന്നുള്ള ആ അക്ഷരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലൊരു വാക്ക് മുന്നോട്ട് വച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു നേതൃസംഗമവും നടക്കുന്നത്, വാർഡ് തല നേതൃസംഗമം നടക്കുന്നത്. അത്തരത്തിലൊരു വികസന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുക, വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും എല്ലാം നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്ത് വരുന്നതും അത് തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ച, അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന പല സംഭവ വികാസങ്ങൾ, ഇതൊക്കെ തന്നെയാണ് വലിയ ചർച്ചയായി മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ വികസിത കേരളം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ BJPയുടെ പുതിയൊരു വികസിത ടീം ഇവിടെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. അവരൊക്കെ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു പ്രവർത്തനം മുൻപിൽ നിന്ന് നയിക്കുക. എന്തായാലും അതിനുവേണ്ട ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരു പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുവാനാണ് ഇവിടേക്ക് പ്രവർത്തകരെല്ലാം എത്തുന്നത്. അവർക്ക് ആവേശം പകരുന്നതും ആത്മവിശ്വാസം നൽകുന്നതായിരിക്കും ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ വാക്കുകൾ. എന്തായാലും ആ സമയത്തിന് വേണ്ടി, അതായത് സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനമുണ്ട്, അത് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുക. സംസ്ഥാന കാര്യാലയത്തെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഏറെക്കാലത്തെ സ്വപ്നം. അതുതന്നെയാണ് അത്രയധികം കാത്തിരിപ്പോടുകൂടി KG മാരാരുടെ ആ ചരിത്രമൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു വെങ്കല പ്രതിമയുണ്ട്, അതുകൂടെ അനാച്ഛാദനം ചെയ്തൊരു വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യാലയത്തിലേക്ക് പ്രവേശിക്കുക. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ അതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും. അതിനുള്ള കാത്തിരിപ്പിലാണ് ഈ കേരളത്തിലും അതോടൊപ്പം തന്നെ മറ്റെവിടെയുമുള്ള, അതായത് BJP എന്നുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള BJPയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട്. അതായത് കൂടുതലായി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ BJP നടത്തിയിട്ടുള്ള ജനകീയ സമരങ്ങളിലും അതോടൊപ്പം തന്നെ BJP ഇടപെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും ഈ കരുത്തായി നിന്നത് പൊതുജനങ്ങളാണ്. കാരണം അവരൊന്നും തന്നെ BJPയുടെ പ്രവർത്തകരല്ല, പക്ഷേ പൊതുജനങ്ങൾക്ക് BJP വളരെയധികം ഒരു ആത്മവിശ്വാസം നൽകി, വളരെയധികം അവർക്ക് കാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരു പ്രചോദനം BJP നൽകി എന്നുള്ളതാണ്. അതുതന്നെയാണ് കഴിഞ്ഞ പല പരിപാടികളിലും, അതായത് പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ നമുക്കറിയാം കൂടുതലായും പൊതുജനങ്ങൾ ആ പരിപാടിയിലേക്ക് എത്തുന്നുണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണ് വികസനം ചർച്ച ചെയ്യുമ്പോൾ കൂടുതലായി പൊതുജനങ്ങൾ BJPയെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് കേരളത്തിലും നമ്മൾ കണ്ടുവരുന്നത്. ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം, അതിന്ന് മറ്റു പ്രസ്ഥാനങ്ങൾക്കാൾ ഏറ്റവും കൂടുതൽ ജനകീയമായി ജനസ്വീകാര്യത നേടിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രവർത്തകരും കൂടുതലായി ഈ വികസിത കേരളം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുകയാണ്. അതിൻ്റെ ഒരു വാർഡ് തല നേതൃസംഗമമാണ് ഇന്ന് നടക്കുന്നത്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങളും എല്ലാം, അതായത് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. ഇനി റോഡിലുൾപ്പെടെ വാഹനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കാരണം ഈ കേന്ദ്രമന്ത്രി വരുമ്പോൾ കൂടുതൽ ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താൻ സാധ്യതയുണ്ട്, പ്രവർത്തകർ കൂടാതെ. അപ്പോൾ അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്കൊക്കെ, അതായത് ഈ വാർഡ് തല നേതൃസംഗമത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കുമൊക്കെ നമുക്കിനി വരുന്ന മണിക്കൂറുകളിൽ പോകാൻ സാധിക്കും. ആദ്യഘട്ടം സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനമാണ്. കൃഷ്ണരാജ്.
യെസ്, എം മനോജാണ് സുദീർഘമായ വിവരങ്ങൾ നൽകിയത്. അമിത്ഷാ ഇന്ന് തലസ്ഥാനത്തുണ്ട്. വിവരങ്ങൾ നൽകിയത് എം മനോജ്. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ശബരിമലയിൽ മാളികപ്പുറത്തിന് സമീപം നിർമ്മിച്ച പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും. പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രത്യേക പൂജകൾ ഇന്ന് നടക്കും. നാളെ പകൽ 11-നും 12-നും മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടക്കുക. നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾ മറ്റനുബന്ധ വിവരങ്ങൾ മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി ജനൻ TV പ്രേക്ഷകർക്കൊപ്പം വിശദീകരിക്കും. മാളികപ്പുറം മേൽശാന്തിക്കൊപ്പം മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമലയിൽ പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾ ഇന്നും നാളെയുമായി നടക്കുകയാണ്. മാളികപ്പുറത്ത് പഴയ നവഗ്രഹ ശ്രീകോവിലിനോട് ചേർന്ന് തന്നെയാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ദേവപ്രശ്ന വിധി പ്രകാരമാണ് നവഗ്രഹ ശ്രീകോവിൽ മാറ്റി സ്ഥാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ വിശദീകരിക്കുന്നതിന് വേണ്ടി മാളികപ്പുറം മേൽശാന്തി ശ്രീ വാസുദേവൻ നമ്പൂതിരി ജനം TVയോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്നും നാളെയുമായി നടക്കുന്ന നവഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ? ഇന്ന് ശുദ്ധിക്രിയകളാണ്, ബിംബശുദ്ധിക്രിയകളാണ്. അവിടെ നിന്നും പഴയ ശ്രീകോവിലിൽ നിന്നും മാറ്റുന്ന നവഗ്രഹങ്ങൾക്ക് ശുദ്ധി കലശങ്ങളെല്ലാം നടത്തി പുതിയ ശ്രീകോവിലേക്ക് കൊണ്ടുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശുദ്ധിക്രിയകളുമാണ്. ചതുശുദ്ധി, ധാര, പഞ്ചകം എന്നാണ് പറയുക. അത് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ വിഗ്രഹം എടുത്തിട്ട് ശയ്യയിലേക്ക് മാറ്റിവെച്ച് വൈകുന്നേരം കലശാധിവാസം എന്ന് പറയും. കലശാധിവാസം കഴിഞ്ഞ് നാളെ 11 മണി 12 മണിക്കിടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവർ അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതാണ്. ദേവപ്രശ്ന വിധി പ്രകാരമാണ് പുതിയ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മുമ്പ് വെച്ച സ്വർണ്ണ പ്രശ്നത്തിൻ്റെ പരിഹാരാർത്ഥമായിട്ടാണ് ഇന്നത്തെ സ്ഥലത്തേക്ക് മാറ്റിയത്. മുമ്പ് നിന്നിരുന്ന സ്ഥാനത്തല്ല എന്നും പ്രധാന ശ്രീകോവിലായ മാളികപ്പുറത്ത് അമ്മയുടെ ശ്രീകോവിലിനേക്കാൾ ഉയരത്തിലാണ് എന്നും സ്വർണ്ണപ്രശ്ന വിധി പ്രകാരം കാണുകയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന വടക്ക് കിഴക്ക് മൂലയിലേക്ക് മാളികപ്പുറത്ത് അമ്മയുടെ ശ്രീകോവിലിനോട് ചേർന്നുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്നത്. ഈ പുതിയ ശ്രീകോവിലിൻ്റെ പ്രത്യേകതകൾ എന്തെങ്കിലും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പറ്റും? പുതിയ ശ്രീകോവിൽ മുഴുവൻ കരിങ്കല്ലാണ്, എല്ലാം കരിങ്കല്ലാണ്. 4 തൂണിൻ്റെ മുകളിലാണ്. ഈ 4 തൂണിൻ്റെ മുകളിൽ നാഗക്കെട്ട് എന്ന് പറയുന്ന ഒരുതരം നാഗപ്പൂട്ട് എന്ന് പറയാം, അങ്ങനത്തെ ഒരു തരം ലോക്ക് പോലെയുള്ളൊരു സിസ്റ്റത്തിലൂടെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവൻ തേക്കാണ്, എല്ലാം നല്ല തേക്കിൻ്റെ മരങ്ങളാണ്. മുകളിൽ ചെമ്പ് പലക അടിച്ച് വൃത്തിയിൽ വെച്ചിരിക്കുന്നത്. അവരെ നിർമ്മിച്ചത് ഒരു മഹേഷ് പണിക്കരുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹം പറയുന്നത് 500 വർഷക്കാലത്തേക്ക് ഒന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. ഇനിയുള്ള 2 ദിവസങ്ങൾ നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയാണ് ശബരിമല സന്നിധാനം നടന്നു വന്നിരിക്കുന്നത്. ഈ പ്രതിഷ്ഠകൾ പൂർത്തിയാക്കി 13-ാം തീയതി രാത്രി 10 മണിക്ക് നടയടയ്ക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാളികപ്പുറം മേൽശാന്തി വിശദീകരിച്ചത്. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി, ജനം, സന്നിധാനം. ഏറെ പ്രത്യേകതകളോടെയാണ് ശബരിമലയിൽ പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 25 ശില്പികൾക്കൊപ്പം 1 മാസം കൊണ്ടാണ് ചെങ്ങന്നൂർ സ്വദേശിയായ മുഖ്യശില്പി മഹേഷ് പണിക്കർ പുതിയ നവഗ്രഹ ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നവഗ്രഹ ശ്രീകോവിലിന്റെ സവിശേഷതകൾ മുഖ്യശില്പി മഹേഷ് പണിക്കർ ജനം TV പ്രേക്ഷകർക്കൊപ്പം പങ്കുവയ്ക്കുന്നു. മാളികപ്പുറത്ത് നിന്ന് മിഥുൻ മുരളിയുടെ റിപ്പോർട്ട്. ശബരിമലയിൽ മാളികപ്പുറത്തുള്ള പുതിയ നവഗ്രഹ ശ്രീകോവിലിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഏറെ പ്രത്യേകതകൾ പുതിയ നവഗ്രഹ ശ്രീകോവിലിനുണ്ട്. ചെങ്ങന്നൂർ സ്വദേശി മഹേഷ് പണിക്കരാണ് പുതിയ നവഗ്രഹ ശ്രീകോവിലിൻ്റെ മുഖ്യ ശില്പി. അദ്ദേഹം ജനം TVയോടൊപ്പം ചേരുന്നുണ്ട്. ഏറെ പ്രത്യേകതകൾ പുതിയ നവഗ്രഹ ശ്രീകോവിലിനുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? സ്വാമി ശരണം. ഞാൻ മഹേഷ് പണിക്കർ, ചെങ്ങന്നൂരാണ്. ഇത് ധാരാളം പ്രത്യേകതയുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം പഞ്ചവർഗമായിട്ടാണ്, 18 അംശം പഞ്ചവർഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഒറ്റ ശിലയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നാഗബന്ധനം എന്ന് പറഞ്ഞൊരു ഇതാണ്, ഞാനത് കാണിക്കാം, ഒരു മിനിറ്റ്. നാഗബന്ധനം എന്ന് പറഞ്ഞൊരു ലോക്കാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു ലോക്കാണിത്. ഈ രീതിയിലാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് 28 കഴുക്കോലുകളാണ് ഇതിൻ്റെ വിന്യസിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 28 കഴുക്കോലുകളായിട്ടാണ് ഈ മേൽക്കൂര വിന്യസിച്ചിരിക്കുന്നത്. അത് 28 നക്ഷത്രങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതായത് അഭിജിത്ത് നക്ഷത്രം ഉൾപ്പെടെ നമ്മൾ ഏകദേശം ആധുനിക കാലഘട്ടത്തിൽ അത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു നക്ഷത്രമാണ് അഭിജിത്ത്. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളൊരു നക്ഷത്രമാണ്. ഈ അഭിജിത്ത് കഴിഞ്ഞിട്ടാണ്
തിരുവോണം ആരംഭിച്ച് മകരസംക്രമം ആരംഭിക്കുന്നത്. പഴയ സൂര്യസിദ്ധാന്തം, തൈത്തിരീയ സംഹിത തുടങ്ങിയ ഗ്രന്ഥങ്ങളിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അത് ഇവിടെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് 4 മുഖപ്പാണ് ഈ ശ്രീകോവിലിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കിഴക്കോട്ട് സൂര്യന്, പടിഞ്ഞാട്ട് ശനി, വടക്കോട്ട് ഗുരുവ്, തെക്കോട്ട് ചൊവ്വ, അങ്ങനെ മുഖപ്പുകളിൽ ഋഷി രൂപത്തിലുള്ള നവഗ്രഹങ്ങളെയാണ് നമ്മൾ കൊത്തിവെച്ചിരിക്കുന്നത്. പിന്നെ അകത്ത് നവഗ്രഹത്തിൻ്റെ നവകണ്ഠം തിരിച്ചിട്ട് നവഗ്രഹങ്ങളെ പ്രത്യേക രീതിയിൽ അവരുടെ കിരണങ്ങളെ അനുസരിച്ച് അത് ചെയ്തിട്ടുള്ളത്. അതും കാണാവുന്നതാണ്. അത്രയാണ് പ്രത്യേകത, നമ്മൾ നിർമ്മാണ രീതിയുമായിട്ട് പ്രത്യേകതയുള്ളത്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില പ്രത്യേകതകളുണ്ട് അല്ലേ? അതെ 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 അതെ. എത്ര നാളുകൾക്കുള്ളിലാണ് ഇതിൻ്റെ നിർമ്മാണം? 1 മാസം കൊണ്ട്. അതായത് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനമായിട്ട് അന്നാണ് നമ്മൾ ഇതിൻ്റെ പാതകം സ്ഥാപിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസത്തോളം സമയമായിട്ടുണ്ട്. 1 മാസം കൊണ്ട് വളരെ 10-25 പേരെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. കാര്യം ഉത്തരായനത്തിൽ തന്നെ ചെയ്യാനായിട്ടുള്ളൊരു നിയോഗം ഉണ്ടായി. അതും ഈ ഗുരുപൂർണിമ ദിനത്തിൽ വളരെയധികം നിർവൃതികളാണ് നമ്മൾ ഒരു ശില്പി എന്നുള്ള നിലയിൽ. ജീവിതത്തിൻ്റെ മഹാഭാഗ്യമാണ്. അങ്ങയോടൊപ്പം 25ഓളം ആളുകളുണ്ട്. 25ഓളം ശില്പികളുണ്ടായിരുന്നു. വലിയൊരു ഭാഗ്യം സിദ്ധിച്ചതിൻ്റെ സന്തോഷത്തിലാണ്, നിർവൃതിയിലാണ് മഹേഷ് പണിക്കർ. ശബരിമലയിലെ നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഇനി 2 ദിവസം നടക്കുന്നത്. മാളികപ്പുറത്തു നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി. പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി 3 ദിവസത്തേക്ക് പ്രത്യേകം ശബരിമല നട തുറന്നിരിക്കുകയാണ്. പ്രതിഷ്ഠയോടനുബന്ധിച്ച് ശുദ്ധിക്രിയകൾക്ക് ഇന്നലെ നട തുറന്നതിന് ശേഷം തുടക്കമായി. ചടങ്ങുകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 മണിക്ക് നടയടയ്ക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ മുരളി, സ്വാമി ശരണം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കൃഷ്ണരാജ, സ്വാമി ശരണം. നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വേണ്ടി പുതിയ ശ്രീകോവിൽ തയ്യാറായിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ പ്രത്യേക പൂജകൾ നടക്കും. 1.5 മണിക്കൂറോളം പൂജകൾ ഉണ്ടാകും. വൈകിട്ടും പ്രത്യേകം പൂജകളുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡപത്തിൽ രാവിലെ 9 മണി മുതൽ ഇന്നത്തെ പ്രത്യേക പൂജകൾ നടക്കും. കൂടുതൽ അഭികാമ്യമായ സ്ഥലത്തേക്ക് നിലവിൽ ഉള്ള ശ്രീകോവിലിൽ നിന്നും നവഗ്രഹ പ്രതിഷ്ഠ മാറ്റി സ്ഥാപിക്കണമെന്ന ദേവപ്രശ്ന വിധി ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ നവഗ്രഹ ശ്രീകോവിൽ മാളികപ്പുറത്തിന് സമീപം നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ വൈകിട്ട് ശബരിമല നട തുറന്നത്. നട തുറന്നതിന് ശേഷം ഈ പ്രത്യേക പൂജകൾക്ക് തുടക്കമായിട്ടുണ്ട്. ശുദ്ധിക്രിയകളാണ് ഇന്നലെ നടന്നത്. മുഖ്യശില്പി മഹേഷ് പണിക്കരിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഈ പുതിയ ശ്രീകോവിലിന്റെ താക്കോൽ ഏറ്റുവാങ്ങി തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇന്നലെ കൈമാറി. അതിനുശേഷം ശുദ്ധിക്രിയകൾ ആരംഭിച്ചു. ഇന്നാണ് പ്രത്യേക പൂജകൾ നടക്കുന്നത്. പ്രത്യേക പൂജകൾക്ക് ശേഷം നാളെ രാവിലെ 11 മണിക്കും 12 മണിക്കും മധ്യയുള്ള മുഹൂർത്തത്തിൽ, കന്നിരാശിയിലുള്ള മുഹൂർത്തത്തിൽ നാളെ നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 മണിയോടെ നടയടയ്ക്കും. പിന്നീട് 16-ാം തീയതി കർക്കിടക മാസ പൂജകൾക്ക് വേണ്ടി 6 ദിവസത്തിന് വേണ്ടി നട തുറക്കും. ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഈ മണ്ഡപത്തിലാണ് നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പൂജകൾ, ഇന്നത്തെ പൂജകൾ നടക്കുന്നത്. ആ പൂജകൾ 1.5 മണിക്കൂറോളം അല്പസമയത്തിനുള്ളിൽ തന്നെ 9 മണിയോട് കൂടി തന്നെ ആരംഭിക്കും. അതിനുശേഷം വൈകിട്ടും ചില പ്രത്യേക പൂജകൾ ഇന്ന് ഉണ്ട്. പിന്നീട് നാളെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ രാവിലെ 11-നും 12-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ നടക്കുക. എന്തായാലും ഇപ്പോൾ ശ്രീകോവിൽ തയ്യാറായിട്ടുണ്ട്. എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളും ചടങ്ങുകളും പൂർത്തിയാക്കി നവഗ്രഹ പ്രതിഷ്ഠ അഭികാമ്യമായ രീതിയിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ശ്രീകോവിൽ തൊട്ട് സമീപത്താണ്. അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ്, മാളികപ്പുറം ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് ഈ പുതിയ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. പഴയ ശ്രീകോവിലിൽ നിന്നും ഇനി നവഗ്രഹങ്ങളെ പുതിയ ശ്രീകോവിലേക്ക്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പുതിയ ശ്രീകോവിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള, പ്രതിഷ്ഠിക്കുന്നതിനുള്ള കർമ്മങ്ങൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് 3 ദിവസത്തിന് വേണ്ടി ഈ തവണ ജൂലൈ മാസത്തിൽ ശബരിമല നട തുറന്നിരിക്കുന്നത്. 3 തവണ ഇത്തവണ ശബരിമല നട തുറക്കുന്നുണ്ട് എന്നുള്ള, ഈ മാസം നട തുറക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി 3 ദിവസത്തിന് വേണ്ടി ഇന്നലെ നട തുറന്നു. ഇനി 16-ാം തീയതി കർക്കിടക മാസ പൂജകൾക്ക് വേണ്ടി നട തുറക്കും. അതിനുശേഷം നിറപുത്തിരിക്ക് വേണ്ടിയും ഈ മാസം നട തുറക്കുന്നുണ്ട്. രാവിലെ തിരക്ക് കുറവാണ്, നന്നേ കുറവാണ് എന്ന് തന്നെ പറയാം. ഈ ദിവസം എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകും. 18-ാം പടി തൊട്ട് തൊഴുത് കയറി ദർശനം നടത്തുക ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായിട്ടുള്ള, ആത്മനിർവൃത്തി നൽകുന്ന ദർശനമാണ്. ആ ദർശന സൗഭാഗ്യം ലഭിച്ചിരിക്കുന്ന ദിവസമാണെന്ന്. തിരക്ക് തീരെ കുറവും ഒപ്പം മഴയുമുണ്ട്. തണുത്ത കാലാവസ്ഥയാണ്, നല്ല മഴയാണ് രാവിലെ മുതൽ സന്നിധാനത്ത് ഉള്ളത്. ഇന്നലെ രാത്രിയിലും നല്ല മഴ പെയ്തു. മഴയും മഞ്ഞും
കൂടിയ നല്ല തണുത്ത ഒരു കാലാവസ്ഥയിൽ നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കൊക്കെ സാക്ഷ്യം വഹിക്കുന്നതിനുള്ള ഒരു പുണ്യ നിമിഷം, ആ നിമിഷത്തിന് വേണ്ടി ഉള്ള കാത്തിരിപ്പ് ഇന്ന് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഉണ്ടാകും. ഈ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ശബരിമലയിൽ നടക്കുമ്പോൾ ഇന്നെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ആ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാനുള്ള പുണ്യം കൂടിയാണ് ലഭിക്കുന്നത്. കൃഷ്ണരാജ്. സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി. FB പോസ്റ്റിലൂടെ ഭാരതാംബയെ അധിക്ഷേപിച്ച ISRO ഉദ്യോഗസ്ഥനെതിരെ നടപടി. ഇടതു സർവീസ് സംഘടനാ നേതാവും ISRO ഉദ്യോഗസ്ഥനുമായ GR പ്രമോദിന് സസ്പെൻഷൻ. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ISRO തുമ്പ സെൻട്രലിൽ നിന്ന് വലിയമല MVITയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. GR പ്രമോദിന്റെ രാജ്യവിരുദ്ധത ജനൻ TV വാർത്തയാക്കിയതിന് പിന്നാലെയാണ് വകുപ്പ് തല നടപടി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, ഈ പ്രമോദിനെ തുറന്നു കാട്ടിയത് നമ്മളാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഭാരതാംബയെ അധിക്ഷേപിക്കുന്നു, അതിന് പിന്നാലെ വാർത്ത നൽകുന്നു. എന്നിട്ടും എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്ന ചോദ്യവും നമ്മൾ തുടരെ ഉയർത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ അതിന് ഫലമുണ്ടാകുന്നു, സസ്പെൻഡ് ചെയ്യുന്നു, അല്ലേ? കൃഷ്ണ, തീർച്ചയായും പ്രമോദിന്റെ രാജ്യവിരുദ്ധത തുറന്നു കാട്ടിയത് ജനം TV യാണ്. നിരന്തരം ഈ വിഷയത്തിൽ വാർത്ത നൽകിക്കൊണ്ടിരുന്നു. മാത്രമല്ല, പ്രമോദിന്റെ മുൻകാല പോസ്റ്റുകളടക്കം ജനം TV വാർത്തയാക്കുകയും ചെയ്തു. അതായത് പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും അടക്കം വിമർശിച്ചുകൊണ്ട് പ്രമോദ് നടത്തിയ മുൻകാല പോസ്റ്റുകളടക്കം ജനം TV വാർത്തയാക്കുകയും ഇതേ തുടർന്നാണ് ഇപ്പോൾ ഒരു നടപടി വന്നിരിക്കുന്നത്. ISROയുടെ ഭാഗത്തു നിന്നും VSSCയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി വന്നിരിക്കുന്നു. പ്രമോദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ ഈ ജനം TVയുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രമോദിനെ VSSCയിൽ നിന്നും സ്ഥലം മാറ്റിയിരുന്നു, വലിയമലയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. പ്രമോദിൻ്റെ രാജ്യവിരുദ്ധ ഭാരതാംബയെയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെയും അടക്കം ആക്ഷേപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ പരാമർശം നടത്തിയിരുന്നു. അതിൽ ഭാരതാംബയെ അധിക്ഷേപിച്ച പരാമർശങ്ങളിൽ ദേശീയവാദികൾക്കെല്ലാം മുറിവേൽപ്പിക്കുന്ന തരത്തിലായിരുന്നു. അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ ഭാരതാംബയെ അധിക്ഷേപിച്ചത്. ഇതാണ് ജനം TV ആദ്യം വാർത്തയാക്കുന്നത്. ഇതേ തുടർന്ന് വലിയ രീതിയിൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. ഈ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നപ്പോൾ പോലും ഇടത് സംഘടനാ നേതാവായ GR പ്രമോദ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുവാനോ മാപ്പ് പറയാനോ തയ്യാറായിട്ടില്ല. മാത്രമല്ല, സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പാലിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഇടത് സംഘടനാ നേതാവിൻ്റെ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പരാമർശങ്ങൾ വന്നത്. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചു. ആ പരിശോധിച്ചതിലാണ് പ്രധാനമന്ത്രി തന്നെ അവഹേളിക്കുന്നതിലേക്ക് പരാമർശങ്ങൾ നടത്തിയത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ പോസ്റ്റുകളായി എഴുതുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഉള്ള ഒരാൾ സർവീസിൽ തുടരുന്നത് സർവീസിൻ്റെ തന്നെ മാന്യതയ്ക്ക് കളങ്കപ്പെടുമെന്നടക്കമുള്ള കാര്യങ്ങൾ നിരന്തരം നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതിയുമായി രംഗത്ത് വരുന്നത്. DGPക്കും VSSC ഡയറക്ടർക്കും പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഗവർണർക്കും അടക്കം പരാതി നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റ് വിവിധ മേഖലയിലുള്ളവർ നിരവധി പേർ ഈ വിഷയത്തിൽ VSSC ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു, മറ്റ് വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രമോദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു ഉത്തരവ് വന്നിരിക്കുന്നത്, നടപടി വന്നിരിക്കുന്നത്. പ്രമോദിൻ്റെ രാജ്യവിരുദ്ധത വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് ആ കേന്ദ്ര സർവീസ് ചട്ടങ്ങൾ നിലനിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കുള്ള സർവീസ് ചട്ടങ്ങൾ നിലനിൽക്കുമ്പോൾ ആ സർവീസ് ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ആ സമീപനങ്ങളായിരുന്നു ഈ പ്രമോദിൻ്റെ ഭാഗത്തുള്ളത്. അത് ഇടത് നേതാവ് എന്നതും അതോടൊപ്പം തന്നെ തലസ്ഥാനത്ത് തന്നെ വല്ല ഉന്നത ഇടത് നേതാക്കളുമായും CPM നേതാക്കളുമായെല്ലാം അടുത്ത ബന്ധമുള്ള ആളാണ് GR പ്രമോദ്. അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു GR പ്രമോദിനെ സംരക്ഷിക്കുവാനുള്ള നടപടി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ നമ്മൾ വാർത്ത നൽകുമ്പോഴും അതിലൊരു നടപടികളുണ്ടാകാൻ നടപടി എടുക്കാത്തിരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് നിരന്തരം ഈ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു, നമ്മൾ വാർത്ത നൽകിക്കൊണ്ടേയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രമോദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രമോദിനെ തുമ്പ VSSCയിൽ നിന്നും സ്ഥലം മാറ്റിയത്. അത് വകുപ്പ് തല നടപടികൾക്ക് മുന്നോടിയായിട്ടുള്ള സ്ഥലമാറ്റമായിരുന്നു. തുമ്പ VSSCയിൽ നിന്നും MVIT വലിയമലയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ദേശീയവാദികൾ പല
തരത്തിൽ ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയകൾ തന്നെ പ്രമോദിൻ്റെ പോസ്റ്റുകൾ എടുത്തുകൊണ്ട് തന്നെ നടപടി ആവശ്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ പ്രതിഷേധങ്ങളും ദേശീയവാദികൾക്കേറ്റ മുറിവും അതെല്ലാം ആ വേദനയുമെല്ലാം ഫലം കണ്ടിരിക്കുന്നു. പ്രമോദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉള്ള ഉത്തരവ് VSSC ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. ഒടുവിൽ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധത നടത്തുന്ന ആൾ സർവീസിലിരിക്കാൻ യോഗ്യനല്ല, അദ്ദേഹത്തിന് നടപടി വേണമെന്നൊരു ആവശ്യം ശക്തമാവുകയോട് ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ പ്രമോദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി പ്രശാന്ത്, അതായത് ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ വളരെ മോശം ഭാഷയിൽ വിമർശിക്കുകയാണ് ഭാരതാംബയെ, അവഹേളിക്കുകയാണ്. സ്വാഭാവികമായും അതിനെതിരെ പ്രതിഷേധം ഉയരും, നടപടി ആവശ്യപ്പെട്ട് പരാതിയെത്തും. പക്ഷേ എന്തുകൊണ്ട് വൈകി എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതായത് സംരക്ഷിക്കാനുള്ള നടപടികൾ, സംരക്ഷിക്കാനുള്ള അടിയറ നീക്കങ്ങൾ പിന്നിലുണ്ടായിരുന്നുവെന്നാണോ ഈ വൈകിയുള്ള സസ്പെൻഷനിൽ പിന്നിൽ എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ തോന്നുന്നത്? കൃഷ്ണ, തീർച്ചയായും നമ്മൾ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രമോദിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ, സമീപനങ്ങൾ വളരെ രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലടക്കം നടന്നുവെന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒടുവിൽ ഇത്തരത്തിൽ DGPയുടെ ഭാഗത്ത് തന്നെ പരാതി വന്നതോടുകൂടി അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കും ഗവർണർക്കും അടക്കം പരാതി വന്നു. ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ വരികയും നിരന്തരം വാർത്തകളിലൂടെ VSSC നിൽക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായതോടുകൂടിയാണ് ഒരു നടപടി എന്ന നിലയിലേക്ക് VSSCക്കും എത്തേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇത് ഈ വിഷയം അറിഞ്ഞത് മുതൽ, അതായത് ഭാരതാംബയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഷെയർ ചെയ്ത ആ നിമിഷം മുതൽ നമ്മൾ നിരന്തരം വാർത്തയാക്കിയിരുന്നു. എന്നാൽ ആ വിഷയത്തിലൊരു നടപടി സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ഒരു വിശദീകരണം തേടുവാൻ പോലും തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ പ്രമോദിൽ നിന്നൊരു വിശദീകരണം തേടുവാൻ പോലും തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് നിരന്തരം ഈ വിഷയത്തിൽ നമ്മൾ വാർത്തയാക്കുകയും പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. BMS അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. VSSC ആസ്ഥാനത്തേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. മറ്റ് പല സംഘടനകളും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും പ്രതിരോധം തീർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതേ തുടർന്നാണ് VSSCക്ക് തന്നെ പ്രതികരിക്കേണ്ട സാഹചര്യം വന്നത്. തുടർന്നാണ് ഈ VSSC ആസ്ഥാനമായ ഈ തുമ്പയിൽ നിന്നും, ആ തുമ്പ സെൻറ്ററിൽ നിന്നും അവിടെ നിന്ന് സ്ഥലം മാറ്റി വലിയമല MVITയിലേക്ക് സ്ഥലം മാറ്റുന്നത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസമാണ് സ്ഥലം മാറ്റൽ ഉത്തരവ് വന്നതെങ്കിൽ അതിന് തൊട്ട് പിന്നാലെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയും വന്നിരിക്കുന്നു. എന്തായാലും പ്രമോദിനെ സംരക്ഷിക്കുവാനുള്ള പലതരത്തിലുള്ള നടപടികൾ ഈ അധികൃതരുടെ ഭാഗത്തുണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല പ്രമോദിൻ്റെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം തന്നെയായിരുന്നു ഇതിനകത്ത് ഏറ്റവും പ്രധാന ഒരു ഘടകമായിട്ട് നിന്നത്. CPMലെ പല ഉന്നതരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ GR പ്രമോദ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഇടത് സംഘടനാ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന് ഈ ഫെഡറേഷൻ ഓഫ് സ്റ്റാഫ് സംഘടനകൾ, അതിൻ്റെ ഒരു ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു സെക്രട്ടറി കൂടിയാണ് ഈ പ്രമോദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം ഈ സസ്പെൻഷൻ നടപടികളോ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ അച്ചടക്ക നടപടികളോ മറ്റ് നടപടികളോ ഒന്നുമില്ലാതെ പ്രമോദിന് സ്വച്ഛന്തമായി സർവീസിൽ വിഹരിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും ഇതിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. അതായത് അദ്ദേഹം ഷെയർ ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അതെല്ലാം ഡ്യൂട്ടി സമയത്താണ് ഇത് എഴുതുന്നതും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതെല്ലാം സമയത്ത്. പ്രത്യേകിച്ച് ഈ VSSC പോലൊരു സ്ഥാപനത്തിൽ അതിൽ ഈ മൊബൈൽ ഫോൺ അടക്കം ഉള്ളവ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള മൊബൈൽ ഫോൺ അടക്കമുള്ളവ ഉപയോഗിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ടെന്നിരിക്കെ ഈ മാനദണ്ഡങ്ങളൊന്നും തനിക്ക് ബാധകമല്ല എന്ന നിലയിലായിരുന്നു പ്രമോദിൻ്റെ ഈ സമീപനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ ഇതുമായി ബന്ധപ്പെട്ട CPM നേതാക്കൾ ആര് ഒരു പോസ്റ്റ് ഇട്ടാലും അതിന് ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ പ്രമോദിൻ്റെ ഭാഗത്ത് വരുമായിരുന്നു. ഇതെല്ലാം ഡ്യൂട്ടി സമയത്താണ്. ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ആ ഷെയർ ചെയ്ത സമയം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതെല്ലാം ഡ്യൂട്ടി സമയത്താണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല മറ്റ് പല ആരോപണങ്ങളും ഈ GR പ്രമോദിനെതിരെ ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഏറ്റവും ഒടുവിലാണ് ഈ നിരന്തരം അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും പ്രധാനമന്ത്രിയെ വിമർശിക്കുകയും. KP ശശീല ടീച്ചർ ഒപ്പം ചേരുന്നുണ്ട്. ശശീല ടീച്ചർ, അതായത് വളരെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം, അത് സജീവമായി വിമർശനങ്ങൾക്ക് വിധേയമായിട്ടും നടപടി വൈകി. പക്ഷെ ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. ജനം TV വാർത്താ പ്രതിഷേധങ്ങൾ ഒക്കെയും ഫലം കണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പ്രമോദിനെ കുറിച്ച് കാര്യം മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? ഇവിടെ ഫലം കണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ആശ്വസിക്കുമ്പോഴും അതിന് ഇത്ര വൈകി എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പൊ കൃത്യമായ ചില ചട്ടക്കൂടുകളും അല്ലെങ്കിൽ ചട്ടവും നിയമവും ഒക്കെ അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്.
രാഷ്ട്രീയം അവർക്കും ഉള്ളിലുണ്ടാകാം, പുറമേ പാടില്ല എന്നുള്ളത് തന്നെയാണല്ലോ നിയമം. സർക്കാർ ജീവനക്കാർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന്, കാരണം അവർ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയില്ല. അതിന് ചില പരിധികൾ, ഒരു പക്ഷെ ആശയങ്ങളുണ്ടാകാം, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നതിന് ചില പരിധികളും ചില പരിമിതികളും ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം വിട്ടുകൊണ്ട് അദ്ദേഹം തന്റേതായ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അതിനപ്പുറമായിട്ട് അത് രാഷ്ട്രവിരുദ്ധമായിട്ട് ഭാരത മാതാവിന് തന്നെ എതിരെ, ഒരുപക്ഷെ ഭരിക്കുന്നവർക്കെതിരെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാണെങ്കിൽ നമുക്ക് ഒരു പക്ഷെ പറയാം ജനാധിപത്യപരമായ അവകാശമല്ലേ, അത് സർക്കാർ ജീവനക്കാർക്കില്ല എന്നിരിക്കെ പോലും ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാം. ഇത് രാഷ്ട്രത്തിന്റെ മാനബിന്ദുക്കളെ മാനിക്കുക എന്നുള്ളത് പൗരന്റെ കടമകളിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുപോലും സങ്കുചിതമായ രാഷ്ട്രീയത്തിൽ തൊട്ടുകൊണ്ട് അതിനെ അപമാനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും നടപടി നീണ്ടത് അത്രയും ഒരു നല്ല മാതൃകയല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. പിന്നെ വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്ന് മാത്രമാണ് ഈ നടപടിയിൽ നമുക്ക് പറയാൻ സാധിക്കുക. ഇത് ഇനിയുള്ളവർക്കൊരു മാതൃകയാവുകയും വേണം. ഇത് സസ്പെൻഷൻ വെറും ഒരു പ്രഹസനമാവരുത്, അന്വേഷണം നടത്തിയത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാനുള്ളൊരു സംവിധാനമാകരുത്. ഇത് വളരെ കൃത്യമായി തന്നെ ഇനി ഒരാൾക്ക് തോന്നാത്ത വിധത്തിൽ മാതൃകാപരമായി ശിക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഇടപെടണം എന്നറിയാതെ എന്തും പറയാവുന്ന ഒരു ഇടമായി സോഷ്യൽ മീഡിയയെ അല്ല, എങ്ങനെ ഇടപെടണമെന്ന് അറിയാത്ത ആളൊന്നും അല്ല. കൃത്യമായി സജീവമായി ഇത്തരം പോസ്റ്റുകൾ ഇട്ട് ഇടത് പ്രണയം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു പതിവായിട്ട്. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈ ആയപ്പോൾ പിടികൂടിയെന്നേ ഉള്ളൂ. എന്നറിയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് പോസ്റ്റ് ഇടാൻ അറിയില്ല എന്നുള്ളതല്ല, താൻ നിൽക്കുന്ന ഒരു പദവിയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇടണം എന്നുള്ള അതിന്റെ ഒരു വിവേചന ശേഷി അദ്ദേഹത്തിനുണ്ടായില്ല. അത് ഒരു പക്ഷെ തലയിൽ കയറിയ രാഷ്ട്രീയത്തിന്റെ അതുണ്ടാക്കിയ അന്ധതയും ഭ്രാന്തുമാണ് അത്തരത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നത്. നമ്മളിവിടെ ചിന്തിച്ചു നോക്കുക, ഇത് രാഷ്ട്രവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞത് നമ്മൾ ഇത്രയും നാൾ ചിന്തിച്ചു, എന്ത് വേണം എന്നുള്ളത് ഇത്രയും നാൾ ചിന്തിച്ചു. അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. അപ്പോ ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കേരളം ഭാരതത്തിന്റെ ഭാഗമല്ലാന്നോ, ഭാരതത്തിന്റെ മാനബിന്ദുക്കൾ ഒന്നും തന്നെ ഇവിടെ മാനിക്കപ്പെടണ്ട എന്നോ, അതിനൊന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അടക്കം ബാധ്യതയില്ല എന്നോ ഒക്കെയുള്ള ഒരു നറേറ്റീവാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ നടക്കുന്ന പേക്കൂത്തുകളൊക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാകാം എന്തിനാണ് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ അധ്യാപകർക്ക് വേണ്ടിയല്ല, പാഠ്യപദ്ധതിക്ക് വേണ്ടിയല്ല, ഒന്നുമല്ല. അപ്പൊ ഉണ്ടാക്കിയെടുക്കുന്നത് കേരളം ഭാരതത്തിന്റെ ഭാഗമല്ല, ഭാരതീയ പൗരന്മാരുടെ കടമകളൊന്നും ഇവിടെ ഉള്ളവർക്ക് ബാധകമല്ല എന്നുള്ളത്. അപ്പൊ അത് ബാധകമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു നടപടിയായിരിക്കണം ഇദ്ദേഹത്തിന്റെ പേരിൽ എടുത്തത്. ശരി, നന്ദി ശ്രീമതി കെ പി ശശീല ടീച്ചർ പ്രതികരിച്ചതിന്. ഭാരതാംബ അധിക്ഷേപത്തിൽ ISRO ജീവനക്കാരൻ GR പ്രമോദിന് സസ്പെൻഷൻ. ഇത് ജനം TV-യുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായത്. നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു, ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നു. വീണ്ടും പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക്. പ്രശാന്ത്, സമൂഹ മാധ്യമത്തിൽ ഇടപെടേണ്ടതെങ്ങനെയെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ എല്ലാ ചട്ടങ്ങളും മറികടന്ന് ഒരു പോസ്റ്റ് ഇടുന്നു, അതിലൂടെ പണി വാങ്ങുന്നു. നടപടി വൈകിയെങ്കിലും കൃത്യമായ നടപടി വന്നിരിക്കുന്നു അല്ലേ? തീർച്ചയായും ആശ്വസിക്കാൻ പറ്റിയ നടപടി തന്നെയാണ് എന്തായാലും ഉണ്ടായിരിക്കുന്നത്. അതിൽ വൈകിപ്പോയി എന്നാണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ തെളിവ് സഹിതമാണ് സ്ക്രീൻഷോട്ടുകളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് നിരവധി പേർ VSSC ഡയറക്ടർക്കടക്കം പരാതി നൽകുന്നത്. അങ്ങനെ പരാതി നൽകുമ്പോൾ അതിലൊരു അന്വേഷണം പോലും നടത്താൻ തുടക്കഘട്ടത്തിൽ തയ്യാറായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നതോടെയാണ് GR പ്രമോദിനെതിരെ നടപടിയെടുക്കണമെന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷിച്ചപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് GR പ്രമോദിനെ പലർക്കും ഭയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു ഇടപെടൽ നടത്തുവാനോ പലർക്കും ഭയമാണ് എന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിയുന്നത്. കുറഞ്ഞ കുറേ വർഷക്കാലമായി അദ്ദേഹം ഈ VSSC-യിലെ ഉദ്യോഗസ്ഥനാണ്, അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഞാൻ പ്രശാന്തിലേക്ക് വരെ. ഇപ്പോൾ ഈ പരാതിക്കാരൻ രാജേന്ദ്ര പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജേന്ദ്ര പ്രസാദ്, കുറച്ച് വൈകി എങ്കിൽ പോലും കൃത്യമായ നടപടി ഉണ്ടായെന്ന ആശ്വാസമോ? തീർച്ചയായും ഇതിൽ ആദ്യമായി എനിക്ക് നന്ദി പറയാനുള്ളത് ജനം TV-യോടാണ്. കാരണം ഇത് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വാർത്ത എത്തിച്ചതും അതിന് ഈ ജനം TV എടുത്ത ഇനിഷ്യേറ്റീവിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് ഈ റിപ്പോർട്ടർ പ്രശാന്തിനെയും നമ്മൾ ഈ അവസരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഈ പരാതി കൊടുക്കാൻ തന്നെ കാരണം ജനം TV-യിലെ വാർത്തയാണ്. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതി കൊടുക്കുകയും ആ പരാതിയിൽ ആദ്യപടിയായി അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്ന ഓർഡർ ഇറക്കുകയും പിന്നെയും പ്രതിഷേധം കനത്തതോടുകൂടി ഇപ്പോൾ അതൊരു സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജേന്ദ്ര പ്രസാദ്, അതായത് പരാതി നൽകി, പക്ഷേ
നടപടി ആദ്യം ഉണ്ടായില്ല, പിന്നെയും ഒന്ന് വാർത്തകളൊക്കെ നൽകി വീണ്ടും നിങ്ങൾ പിന്നാലെ നടന്നു. എത്ര മാത്രം പ്രയാസപ്പെട്ടു? അതായത് ഇങ്ങനെ ഒരു നടപടിയിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? തീർച്ചയായും. കാരണം ഞങ്ങൾ ആദ്യം ഈ പരാതി കൊടുത്ത ഉടനെ തന്നെ ഞങ്ങൾ VSSCയുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ VSSC ഡയറക്ടർ, അതായത് 3-4 ദിവസം മുമ്പ് ഈ വാർത്ത തുടർച്ചയായി നടപടി ഉണ്ടാകുന്നില്ല VSSCയുടെ ഭാഗത്തു നിന്നും എന്ന് ജനമടക്കം വാർത്ത കൊടുത്ത ഉടനെ തന്നെ ഞാൻ വളരെ പേഴ്സണലായിട്ട് സാറിനെ വിളിക്കുകയും VSSCയിലെ ഡയറക്ടറായ ഉണ്ണികൃഷ്ണൻ സാറുമായിട്ട് ഞാൻ നേരിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ഗവൺമെന്റിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും പിന്തുടരേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അല്ലെങ്കിൽ സസ്പെൻഷൻ പോലുള്ള നടപടികളിലേക്ക് പോകുന്നതിന് അവർക്ക് ഹയർ അതോറിറ്റീസിന്റെ അപ്രൂവൽ വാങ്ങേണ്ടതായ ഒരു സമയമുണ്ട്. ആ സമയമാണ് എടുത്തത്. അല്ലാതെ ഈ ഒരു വിഷയത്തെയോ അദ്ദേഹം ചെയ്ത ഒരു നടപടിയോ VSSC പോലെയുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥരും അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായും മാതൃകാപരമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് ഒരു 3 ദിവസം മുമ്പ് ഡയറക്ടർ തന്നിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ശരി, വളരെ നന്ദി ശ്രീ രാജേന്ദ്ര പ്രസാദ്. ഏതായാലും ISRO ജീവനക്കാരൻ GR പ്രമോദിന് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു. അതിന് പിന്നാലെ നടന്നതിൽ ജനം TVക്ക് അഭിമാനമുണ്ട്. ഒപ്പം പരാതിക്കാരൻ്റെ പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പ്രശാന്തിലേക്ക്. പ്രശാന്ത്, തുടരൂ. കൃഷ്ണ, തീർച്ചയായും വലിയ രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ രാജ്യവിരുദ്ധത നടത്തുന്നവർക്കെതിരെ, അല്ലെങ്കിൽ പരസ്യമായി ഭാരതാംബയെയും പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെയും അടക്കം നിരന്തരം അന്യായമായി വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നതിന് ഒരു തെളിവ് കൂടിയാണ് ഈ VSSC ഉദ്യോഗസ്ഥരെതിരെ ഉണ്ടായ നടപടികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിലുണ്ടായിരുന്നു. നിരന്തരം ജനം TV ഇതിൻ്റെ പിന്തുടർന്നുകൊണ്ട് തന്നെ വാർത്തകൾ നൽകുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഈ VSSCയിലെ ഉദ്യോഗസ്ഥൻ GR പ്രമോദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഭാരതാംബയെ അധിക്ഷേപിച്ച ISRO ഉദ്യോഗസ്ഥൻ GR പ്രമോദിനെതിരെ നടപടി വന്നിരിക്കുന്നു. സസ്പെൻഷൻ. ഇടത് സർവീസ് സംഘടനാ നേതാവാണ് GR പ്രമോദ്. തുടരെയുള്ള ജനം TV വാർത്തകൾക്ക് പിന്നാലെയാണ് ഈ നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. അപ്പോൾ ഇന്ന് നിരവധി വാർത്തകൾ പുത്തൻ പുലരിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയെന്ന് പറയുന്നില്ല. കാരണം അധിക നേരവും നമ്മൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തലസ്ഥാനത്തെ സന്ദർശനവും ഇന്ന് BJPയുടെ സംസ്ഥാന കാര്യാലയത്തിന് ഉദ്ഘാടനവും അത് സംബന്ധിച്ച വാർത്തകളാണ് അധികവും നൽകിയത്. പിന്നീട് കുറച്ചധികം നേരം നമ്മൾ ശബരിമലയിൽ നവഗ്രഹ പ്രതിഷ്ഠയുമായ വാർത്തകളിലേക്ക് പോയി. ഇപ്പോൾ GR പ്രമോദിൻ്റെ സസ്പെൻഷൻ. അങ്ങനെ എല്ലാ വാർത്തകളും ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായില്ല. പക്ഷേ നൽകിയ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഏതായാലും പുത്തൻ പുലരിയുടെ 2 മണിക്കൂർ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസത്തിൻ്റെ തുടർച്ച ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ.